എല്ലാത്തിനും എല്ലാ കലാകാരന്മാർക്കും ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് വേണം. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ സ്വയം ഞാൻ പറയുന്നത്, ഞാൻ കാർട്ടൂണൊക്കെ വരച്ച് പിടിച്ച് സ്വയം അത് പഠിപ്പിച്ചാൽ ആരില്ല. എന്നെ സംബന്ധിച്ച ഞാൻ സാമ്പത്തികമായിട്ട് വളരെയധികം മോശമായിട്ട് അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു നല്ലൊരു സ്വപ്നമായിരുന്നു അതുപോലത്തെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ഇത്. അപ്പോൾ വീട്ടുകാരുടെ വശത്തുനിന്ന് അല്ലെങ്കിൽ നാട്ടുകാരുടെ വശത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ആരും ഒരു സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് പറയാം. നമ്മളൊന്നും സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, വരയിൽ ഞാൻ ആരുമല്ല. എന്നെക്കാൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കാത്ത ആൾക്കാരുണ്ട്. കാർട്ടൂണിൽ ഞാൻ ആളല്ല. പക്ഷേ ആ മേഖലയിലേക്ക് പോയിപ്പോൾ കുഴപ്പമില്ല. ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് തിരക്കുകളിൽ. ചിലപ്പോൾ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡയലോഗുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും ഞാൻ ആരുമല്ല. നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ കൂടെയുള്ളത് ഗോപി ചെറുവത്തൂർ. നമസ്കാരം. ഉണ്ണികൃഷ്ണൻ സി വി. നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ശരി ആവട്ടെ. എൻ്റെ പേര് ഗോപി എന്നാണ്, ഗോപി ചെറുവത്തൂർ. ഇപ്പോൾ ഞാൻ ഗ്രാഫിക്സ് ആണ് ചെയ്യണത്. പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ആ മേഖലയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യണം. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ചുമരെഴുത്ത് മുതൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരെ. ഇപ്പോൾ AI ചെയ്യാൻ പോകണം. പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി. നമ്മുടെ സാറാണത്. അത് നമ്മുടെ സേലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജഗദീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർ സുഹൃത്താണ് എൻ്റെ സാറ്. പുള്ളി നമുക്ക് ഗോപി പഠിക്കണം, ഒരു 15 ദിവസം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ പരിപാടി. അപ്പോൾ ഗ്രാഫിക്സിൽ മെയിനായിട്ട് എന്താ സ്പെഷ്യലൈസ്? ഞാൻ ഗ്രാഫിക്സിൽ ഒരു 6-7 സോഫ്റ്റ്വെയർ ചെയ്യും. അത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എഡിറ്റിംഗ് ആണ്. 2 സോഫ്റ്റ്വെയറിൽ ചെയ്യും. എഡിറ്റിംഗ്, കളറിങ് ഒക്കെ ചെയ്യും. ഒരു സിനിമ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അതല്ലേ. അപ്പോൾ ചേട്ടൻ്റെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ഉണ്ണികൃഷ്ണൻ, ചെറുവത്തൂരാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ നിലവിൽ കുറേ വർഷങ്ങളായിട്ട് സംഗീത ഫീൽഡിലാണ്. കൊടകര കേന്ദ്രീകരിച്ച് ഒരു കലാക്ഷേത്ര എന്നൊരു സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 20-25 വർഷമായിട്ട് സംഗീത ഫീൽഡിലുണ്ട് സജീവമായിട്ട്. അതിക്ക് പിന്നെ വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു അത് ഈ സംഗീതത്തെ കൊണ്ടുനടന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് സജീവമായിട്ട് കലാരംഗത്താണ്. മെയിനായിട്ട് വോക്കലാണ്, ഒപ്പം ഡ്രംസ്, ഋതം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് പ്രചോദനം എവിടെ നിന്ന് കിട്ടിയേ? അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവില്ല നമുക്ക് ഇന്ന വഴിക്കുന്നു. ഇപ്പോൾ 25 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ കലാക്ഷേത്ര പോലൊരു സ്ഥാപനം തുടങ്ങുവാൻ അപ്പോൾ നാട്ടുകാർ, വീട്ടുകാർ, അപ്പോൾ അവരിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു SLC കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു സ്വപ്നമാണ് ഈ ഒരു സംഗീത വിദ്യാലയം പോലുള്ളൊരു ഇത്. ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയാൽ അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. അതിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീടാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്നുള്ള രീതിയിൽ നമ്മൾ ഈ തുടങ്ങുന്നത്. അപ്പോൾ കലാക്ഷേത്ര തുടങ്ങുന്ന കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് എന്നെ സംബന്ധിച്ച ഞാൻ സാമ്പത്തികമായിട്ട് വളരെയധികം മോശമായിട്ട് അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു നല്ലൊരു സ്വപ്നമായിരുന്നു അതുപോലത്തെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ഇത്. അപ്പോൾ വീട്ടുകാരുടെ വശത്തുനിന്ന് അല്ലെങ്കിൽ നാട്ടുകാരുടെ വശത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ആരും ഒരു സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് പറയാം. ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടമായിരുന്നു ശരി. ആ ഒരു അവസ്ഥ തന്നെ എല്ലാവർക്കും ഉള്ളത്. ഞാൻ ഫൈൻ ആർട്സിന് ഞാൻ കൊടുത്തിരുന്നു, കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ രചന എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അവിടെ കിട്ടി. അവിടെ ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അച്ഛനമ്മയ്ക്കും പൈസ അങ്ങനെ തരാനില്ല. അച്ഛൻ ഒരു കർഷക തൊഴിലാളി, അമ്മയും കർഷക തൊഴിലാളി. സാധാരണ പണിയെടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ ജീവിച്ചിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കലാകാരനായിരുന്നു. അച്ഛൻ കലാകാരനാണ്. നന്നായിട്ട് അങ്ങനെ ഒരു പ്രചോദനം നമുക്കുണ്ട്. ഉണ്ണീഷിൻ്റെ അച്ഛൻ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന്
നന്നായിട്ട് ഇപ്പോൾ കൊട്ടും പാടുന്ന ആൾക്കാരാണ് അവർ. ഒരു പ്രാചീനം, അതായത് അനുഷ്ഠാന കലകൾ കൊണ്ടു നടക്കുന്ന രണ്ടുപേരുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛന്മാർ. അതെല്ലേ. അവരിന്ന് പ്രചോദനം നമുക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഫീസ് കൊടുക്കാനില്ലാണ്ടാകുമ്പോൾ നമ്മൾ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തിട്ട് ഫീസ് കൊടുക്കും. സ്ക്രീൻ പ്രിന്റിങ് അന്നുണ്ട് കല്യാണ കുറിക്ക് നമ്മൾ നന്നായിട്ട് അടിക്കും, നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഫീസൊക്കെ കൊടുത്ത് പഠിച്ചത്. പിന്നെ നേരെ എഴുതിയിട്ടാണോ ചെയ്തിരുന്നത്? അന്ന് കൈ കൊണ്ട് എഴുതണം, വരയ്ക്കണം. നമ്മൾ കൈ കൊണ്ട് വരയ്ക്കും. അന്ന് പെന്നൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. സുരാജ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യും. അദ്ദേഹം അതെ അദ്ദേഹം തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും, വൈകുന്നേരം ചെയ്യും. അപ്പോൾ എനിക്ക് പൈസ കിട്ടും, ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഇതാണ് പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ അപ്പം തന്നെ എനിക്ക് ജന്മഭൂമി എന്ന് പറഞ്ഞ പത്രമുണ്ട്, പത്രത്തിലേക്ക് എനിക്ക് ജോലിയായിട്ട് കിട്ടി. അവിടെ ശരിക്കും ലേഔട്ട് ആർട്ടിസ്റ്റ് എന്ന് പറയാം. അന്ന് ഇന്നത്തെ പോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ മാറ്ററൊക്കെ അടിച്ചു തരും ഒരു ബട്ടർ പേപ്പറിൽ, അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ഒട്ടിക്കണം. അങ്ങനൊരു പണിയായിരുന്നു ചെയ്തത്. ഒരു 10-22 വയസ്സിൽ നമുക്ക് അവിടെ ജോലി കിട്ടി. പിന്നീട് കുറേ കാലം ജന്മഭൂമിയിൽ തന്നെയായിരുന്നു അവിടെ. പിന്നെ ഞാൻ കാർട്ടൂണിസ്റ്റാണ് പിന്നെ കയറുന്നത്. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ വരച്ച് പഠിച്ചതാണ്, സാധാരണക്കാർക്ക് പറ്റില്ല. ഞാനും വരച്ച് പഠിച്ച് ജന്മഭൂമിയിലെത്തി. പിന്നെ നല്ല പേരൊക്കെ ഉണ്ടായി. അന്നത്തെ പേരെന്തായിരുന്നു? ഗോപീഷൻ എന്നാണ് എൻ്റെ പേര്. എന്നിട്ട് ഒരു ദിവസം നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ ഒരു പങ്ക്തിയുണ്ട്, അതിൽ പറഞ്ഞു 2 ഗോപീഷന്മാർ വേണ്ട, ഒരാളെങ്കിലും ഗോപീഷൻ ഒന്ന് മാറ്റാം. മാതൃഭൂമിയിലെ ഗോപീഷൻ ഞാനും. എൻ്റെ ഗോപീഷൻ എന്ന് പേരിട്ടത് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഞാൻ കുറച്ചാൾ പോയിരുന്നു. പത്രത്തിന് പൂട്ടി, പുണ്യഭൂമി. നിൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ് ഇനി മുതൽ എന്ന് പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഗോപികൃഷ്ണൻ കൊടുത്തു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. നമ്മളിപ്പോഴും വളരെ സന്തോഷമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ജന്മഭൂമിയിൽ നിന്ന് ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഞാൻ ജന്മഭൂമി കുറ്റം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു മാത്രമാണ്. ജന്മഭൂമി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഭയങ്കര കാലമായിരുന്നു. അത് ഇപ്പോൾ കുഴപ്പമില്ല. ജന്മഭൂമി നല്ല ഉഷാറാണ്. പത്രമൊക്കെ നല്ല ലേഔട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺ സ്ഥിരമായിട്ട് വരച്ചിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ല, ഗ്രാഫിക്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ, മാംഗ സ്റ്റുഡിയോ, പിന്നെ FCP അപ്ഡേറ്റഡ് ആണ്. ഞാൻ ഇപ്പോഴും പഠിക്കാൻ പറ്റിയ ആൾക്കാർ എന്നോട് ചോദിക്കാൻ, നിനക്ക് 56 വയസ്സായിട്ട് നീ പഠിക്കാൻ പോണത്? പഠിക്കണം, അല്ല അങ്ങനെ ചിന്ത 100% നമ്മൾ പഠിക്കാൻ. ഞാൻ പറഞ്ഞില്ല, AI പഠിക്കണം. AI പഠിച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള തലമുറയിൽ. പിന്നെ അല്ല, അതെ, പുതിയ സോഫ്റ്റ്വെയർ. പിന്നെ ഏത് വന്നാലും ഇപ്പം ഞാൻ സാധാരണ ആളുകളെ പോലെ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കണില്ലേ, ഫാക്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഞ്ഞിന് പക്ഷേ ആദ്യം പറയാറുണ്ട്, കുട്ടിയായിരുന്നുണ്ടെങ്കിലേ വലുതാവാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. തീർച്ചയായും നമ്മളെപ്പോഴും കുട്ടി. ഇപ്പോഴും എനിക്ക് പഠിക്കണം എന്ന് ഇപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. പഠിക്കാൻ ഫീസില്ല, അപ്പോൾ എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകും. സാറിന് ഭയങ്കര ഇഷ്ടം തന്നെ. ഇപ്പോൾ AI പഠിക്കാൻ പോണ സ്ഥലത്ത്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ ഒരു ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം അതാണ്, നല്ല സിനിമകൾ ചെയ്യുക. ഇപ്പോൾ ഒരു സിനിമ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ കൂടി റെഡി ആയിട്ടുണ്ട്. സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അതിന് കുറേ പണികൾ ചെയ്തിട്ടുണ്ട്, അതും പഠിച്ചിട്ടുണ്ട് ഞാൻ. അതെ. ജന്മഭൂമിയിൽ പോണ സമയത്ത് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അവിടെ ഞാൻ സിനിമ പഠിച്ചു. 4 മണിക്ക് ശേഷം ഞാൻ ജന്മഭൂമിക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. 4 മണിയോടെ ഞാൻ പഠിക്കും. അതിന് ശേഷമാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്, അവിടെയും ഫീസ് കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നു. സാറ് എന്ന് പറഞ്ഞാൽ ഒരു ഫാദറാണ്. ആ ഫാദർ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ഫീസ് തരാൻ പറ്റില്ലല്ലോ, കുറേശ്ശെ തന്നാൽ മതി. അങ്ങനെ അവിടെ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പം നമ്മൾ അതും ചെയ്തു. അപ്പം നമ്മളെ സിനിമയിൽ അഭിനയിച്ചു. ഞാൻ സിനിമയിൽ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സകലകലാവല്ലഭനാണ്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അതല്ല, അങ്ങനെയൊന്നുമില്ല. കലാകാരന്മാരൊക്കെ ഇദ്ദേഹമാണ്. ഇദ്ദേഹം സകലകലാവല്ലഭനാണ്, മൾട്ടി ടാലൻ്റാണ് പുള്ളി എന്ന് പറഞ്ഞ വിഷമം വിചാരിക്കരുത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പുള്ളി മൾട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഗാനമേളകൾ അവിടെ വീടുകളിലൊക്കെ ഞങ്ങൾ പോവും. അവരൊക്കെ ഇരുന്ന് പാട്ട് പാടാനൊക്കെ എന്ത് രസമെന്ന് അറിയോ. നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും ഇദ്ദേഹത്തിന് ഞാൻ ഒരു പാട്ട് കേട്ട് ഞാൻ ചോദിക്കും, അടുത്ത് ഉണ്ണികൃഷ്ണൻ അടുത്തുണ്ടെങ്കിൽ ചോദിക്കും ഇത് ഏത് രാഗം എന്ന് പറയും. പെട്ടെന്ന് ആൾ രാഗം പറയും. അവന് കഴിവ് ഭയങ്കര അപാരമായിട്ടുള്ള കഴിവാണ്. അപ്പോൾ ചേട്ടന് എന്താണ് ഇങ്ങനെ സംഗീതത്തിലൊരു കഴിവുണ്ട്, പാടാനൊരു കഴിവുണ്ട് എന്നുള്ളത് അറിഞ്ഞത്? ഇങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മലയാളം ക്ലാസ് എടുത്തൊരു ഗിരിജ ടീച്ചറുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയം വന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ഉണ്ണിഷ നീ ലളിതഗാനങ്ങൾക്ക് പേര് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നും കൊടുക്കണില്ല ടീച്ചർ, എനിക്കൊന്നും ഒറ്റ ലളിതഗാനം അറിയില്ല. അത് കാരണം
ഞാൻ കൊടുക്കണില്ല ടീച്ചറെ. പക്ഷേ അതങ്ങ് ആ ദിവസം അതങ്ങനെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഞാനറിയാണ്ട് ടീച്ചർ എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഈ ലളിതാന മത്സരത്തിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ടീച്ചർ പറഞ്ഞു, ഉണ്ണീഷ നിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ, എന്തായാലും ഒരു പാട്ട് പാടിയോളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ എനിക്കൊന്നും അറിയില്ല ടീച്ചർ, ഒറ്റ പാട്ട് എനിക്കറിയില്ല. അവന് പാട്ട് കേൾക്കാനുള്ള ഒരു 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 അവസരം അന്ന് ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ കാലത്തൊക്കെ അതിനായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു ടേപ്പ് റിക്കാർഡോ പാട്ട് കേൾക്കാനുള്ളൊരു അവസ്ഥ പോലും എനിക്കുണ്ടായില്ല. അപ്പോൾ ടീച്ചറെ നിർബന്ധത്തിന് വഴങ്ങി ഞാനെന്ത് കഴിഞ്ഞാൽ അന്ന കാലഘട്ടത്തിൽ എന്നും രാവിലെ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നൊരു പാട്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, കുളത്തൂർ പുഴയിലെ ബാലകൻ എന്നിട്ട്. അത് രവീന്ദ്ര മാഷ് സംഗീതം ചെയ്ത വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് ഇങ്ങനെ അമ്പലത്തിൽ പാട്ട് വയ്ക്കുമ്പോൾ ആ നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഒരു കേട്ട ഒരു ശീലം. അതിൻ്റെ വരികളൊന്നും അറിയില്ല, എന്നാലും വരികളൊക്കെ ഇങ്ങനെ പാടണം കേട്ടിട്ട് ആ വരികൾ അങ്ങനെ എഴുതി. പിന്നെ എനിക്ക് വരികളൊക്കെ സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ അടുത്തൊരു രവിച്ചേട്ടനുണ്ടായിരുന്നു. ആൾ മരിച്ചു പോയി. അപ്പോൾ രവിച്ചേട്ടനോടൊക്കെ ചോദിച്ചു. അപ്പോൾ ആളും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഇങ്ങനെ വരികളൊക്കെ കേട്ടാ. അങ്ങനെ ആ കേട്ടിട്ട് ഈ മത്സരത്തിൻ്റെ ദിവസം ഞാൻ ഈ പാട്ട് തയ്യാറായ ഈ പാട്ട് പാടണം. അത് ലളിതാന മത്സരമാണ്, പക്ഷെ ഞാൻ പാടിയത് ഭക്തിയാനാണ്. ഈ കുളത്തൂർ പുഴയിലെ ബാലകൻ എന്നിട്ട് ഭക്തിയാനാണ് ഞാൻ പാടി. അന്ന് പാടിയതിൽ 36 കുട്ടികൾ മത്സരിച്ചതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. ഞാൻ പാടിയത് ലളിതാനല്ല, ഭക്തിയാനാണ്, പക്ഷേ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. അന്ന് ടീച്ചർ പറഞ്ഞു, ഉണ്ണീഷ്ണ നീ SLC കഴിഞ്ഞാൽ സംഗീതം പഠിച്ചോളാട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വഴികാട്ടി, സംഗീതത്തിലേക്കുള്ളൊരു വഴികാട്ടി. ഇനി ഒരു കാര്യം കൂടി പറയാം, ഞങ്ങളെക്കാളും 2 പേരെക്കാളും നല്ലൊരു കലാകാരൻ ഇരിക്കുന്നതാണ് ബാബേട്ടൻ. കാരണം അദ്ദേഹം ഭജനകൾ, അദ്ദേഹത്തെ ഒരു സംഘടനയുടെ ഒരു ആളായിരുന്നു, ഇപ്പോഴും ഉണ്ട് ആൾ, സംഘടനയിലുണ്ട്. അവിടെ ആൾ ഭജനകൾ പാടും, പിന്നെ തബല വായിക്കും, ആൾ ഹാർമോണിയം വായിക്കും. ബുൾബുൾ എന്ന് പറഞ്ഞ സാധനം, ഒരു സാധനമുണ്ട്, ഒരു സംഗീതോപകരണമുണ്ട്, അതൊക്കെ വായിക്കുന്ന ആളാണ്. പിന്നെ സകല ബുൾബുൾ എന്ന് പറഞ്ഞ സാധനം ഒന്ന് കാണിച്ചോളോ. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ മാതിരി ഒരു സാധനമാണ്, നന്നായിട്ട് വായിക്കും. ഞങ്ങളൊക്കെ പരീക്ഷിച്ചതിന് ഇവിടെ വന്നിട്ട്. അപ്പം ഭയങ്കര നല്ലൊരു കലാകാരനാണ് പുള്ളി. അദ്ദേഹമാണ് നമ്മളെ ഈ പ്രോത്സാഹനം തരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ പരിപാടികൾക്ക് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകുക. അപ്പോൾ അന്നത്തെ കാലത്തെ ഇപ്പോൾ നമുക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തേണ്ടി വരുമല്ലോ. അതിലൊരു തിരുത്തുണ്ട്, പണ്ടത്തെ പോലെ ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. ചോദിച്ചു അതിനിടയിൽ ഈ സമയം എങ്ങനെ കണ്ടെത്തിയിരുന്നേ? അപ്പൊ ജീവിക്കാനുള്ളൊരു നെട്ടോട്ടുണ്ടല്ലോ, അതിനിടയിൽ കൂടി നമ്മുടെ ഈ കല, അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? അതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, കലാകാരന്മാരെല്ലാവരും അങ്ങനെ, അവർക്ക് ലക്ഷ്യമുണ്ടല്ലോ. കലയിൽ ഞാൻ പ്രാഗൽഭ്യം നേടും. ചിലവർ പോയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അതിന് ഏറ്റവും കൂടുതൽ കലാകാരന്മാർക്ക് സംഭവിക്കണമെന്നറിയോ, മദ്യപാനത്തിലേക്ക് പോയിട്ടാണ്. മദ്യപാനം, ലഹരി, അതായത് മദ്യപാനം, പുകവലിയൊക്കെ. ഞങ്ങൾ 2 പേരും ഇതിൽ പെട്ടിട്ടില്ല, ബാബേട്ടനും പെട്ടിട്ടില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളെക്കാൾ നല്ല കലാകാരന്മാർ കൊടകരയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ലക്ഷ്യത്തോടു കൂടിയിട്ട്, ഉണ്ണീഷ് സാറ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലക്ഷ്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ മുതൽ, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന്, എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ 2 സിനിമയായി. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ. അയ്യോ, നമ്മൾ ഓരോ പരിപാടിക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് പോകും, പൈസ ഉണ്ടാവില്ലേ, നമ്മൾ ഇവിടുന്ന് ബസ് അറച്ച് കടം വാങ്ങിച്ച് നമ്മളവിടെ ചെല്ലും, പ്രോഗ്രാം ചെയ്യും, ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഭക്ഷണം കിട്ടിയാൽ കിട്ടി. അങ്ങനെ അവസ്ഥകൾ ധാരാളം. ഉണ്ണികൃഷ്ണൻ സാറിനുണ്ടായിട്ടുണ്ടാവും, എനിക്കുണ്ടായിട്ടുണ്ടാവും, എനിക്കുണ്ട്, അദ്ദേഹത്തിന് കൂടുതലുണ്ടായിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ മിമിക്രിയിലൊക്കെ ഒരു കൈ നോക്കിയിട്ടുള്ള ആളാണ്, ട്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ നിർത്തി. കാരണം വെച്ചാൽ അത് പിന്നെ ലക്ഷ്യം വേറെയാണല്ലോ, സിനിമ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാൻ ഞാൻ കൂടുതൽ ഈ കോമഡി ചെയ്തിട്ടുള്ളത്. കോമഡി അത് ഒരു 5 സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് ഫ്ലവേഴ്സിൽ, അതിൽ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഈ പുറത്തേക്കൊക്കെ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുമോ ഈ കലാപരിപാടികൾക്കൊക്കെ വേണ്ടി? അങ്ങനെ പോയ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ചെറുപ്പത്തിലെ മുൻപ്? അത് കലാക്ഷേത്രയിൽ നിന്ന്
പുറത്തേക്ക് ഇങ്ങനെ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു അനുഭവം പറയാൻ പറ്റും? ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് മണിപ്പൂർ, നാഗാലാൻഡ്, പശ്ചിമ ബംഗാൾ, ബോംബെ, ഡൽഹി, ഉത്തരാഖണ്ഡ്, മദ്രാസ് എന്നൊക്കെ ഏകദേശം എല്ലായിടത്തും പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. പ്രോഗ്രാമിൻ്റെ ദൃഷ്ടി അതൊക്കെ കലാക്ഷേത്രം തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പോയ ഒരു സ്ഥലമുണ്ടല്ലോ, അത് എവിടെയാണ് പോയത്? അത് ഡൽഹി, ഉത്തരാഖണ്ഡ്. അതെ, അടുത്ത കാലത്ത് ഞാൻ ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഗംഭീര പ്രോഗ്രാമായിരുന്നു അവിടെ. അത് ഉത്തരാഖണ്ഡ്, അത് ഇവിടെ ചാലക്കുടി അടുത്ത് ഉണർത്തുന്ന നമ്മുടെ ടീമുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഉണർത്തുന്ന നാടൻപാട്ട് സംഘം. ആ സംഘത്തിലെ ഓർക്കസ്ട്ര ടീമിൽ പെട്ട ആളാണ് ഞാൻ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഓർക്കസ്ട്ര നാടൻപാട്ട് രംഗത്തൊക്കെ ഉള്ളതിൽ അത്യാവശ്യം ഓർക്കസ്ട്ര അല്ലെങ്കിൽ പ്രോഗ്രാം കിട്ടുമ്പോഴൊക്കെ പ്രോഗ്രാമിന് വിളിക്കുക. ഫസ്റ്റ് ഒരു പക്ഷേ അറിയുന്ന ടീമുകളുണ്ടാവും. ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കായിരിക്കാം ചിലപ്പോൾ. കാരണം ഉണ്ണിച്ചേട്ടനുണ്ടെങ്കിൽ അവിടെ ആ ഒരു രംഗം രക്ഷപ്പെടും എന്നുള്ളൊരു കണക്കൂട്ടലാണ്. കുറേ പേര് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതല്ല, എന്നോട് നേരിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പ്രോഗ്രാം കിട്ടണമെങ്കിൽ ഞാൻ ഋതംപാട് വായിക്കാൻ ഉണ്ണിച്ചേട്ടനെ ഫസ്റ്റ് വിളിക്കുക. അത് ഉണ്ണിച്ചേട്ടനെ ഒഴിവില്ലെങ്കിലാണ് അങ്ങനെ വേറെ നൽകിയ അങ്ങനെ ഒരു ഇതുണ്ടാകും. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു മിനിറ്റ്, ബാബുട്ടെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാചീനമായിട്ടുള്ള കലകൾ. അത് ആ ഒരു കയ്യിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ നാടൻപാട്ട് സംഘത്തിൽ ഇദ്ദേഹം പോണത്. പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രത്തിലെ മെയിൻ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം നന്നായിട്ട് കൊട്ടും, നന്നായിട്ട് പാടും. എല്ലാവർക്കും പ്രചോദനമാണ് പുള്ളി അദ്ദേഹം. പറഞ്ഞോ. പിന്നെ ഈ ഞങ്ങൾ ഈ നാടൻപാട്ട് സംഘത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മണിപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. മണിപ്പൂർ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു 15 പേരടങ്ങുന്ന ഒരു ടീം. അതിപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് കൾച്ചറൽ സോൺ ഫെസ്റ്റ് ആയിരുന്നതാണ്. അപ്പോൾ അതിന് കേരളത്തിൽ നിന്ന് ഒരു ടീം, അതുപോലെ തന്നെ മണിപ്പൂർ, നാഗാലാൻഡ് അങ്ങനെയുള്ള ടീം. അപ്പോൾ ഓരോ ടീമുകൾക്ക് നമുക്കൊരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്യും. 3 ദിവസത്തെ ഒരു പ്രോഗ്രാം. ഈ 3 ദിവസം തന്നെ ഒരു ദിവസം തന്നെ 2-3 പ്രോഗ്രാം ആയിരിക്കും. അങ്ങനെ ഒരു 2 പ്രാവശ്യം, ഒന്ന് നാഗാലാൻഡും പിന്നെ മണിപ്പൂരും കേരളത്തെ പ്രതികരിച്ച് ഒരു നാഷണൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളൊരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയ പരിപാടി എന്നുള്ളൊരു. പിന്നെ ബോംബെ, ഡൽഹിയൊക്കെ പോയതൊക്കെ സാധാരണ രീതിയിലൊക്കെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പരിപാടി. പക്ഷേ ഈ മണിപ്പൂർ, നാഗാലാൻഡ് പോയതൊക്കെ കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പ്രോഗ്രാമായിരുന്നു. ഗവൺമെൻറ് പ്രോഗ്രാം അപ്പോൾ നമുക്ക് അവിടെ ഫുൾ സെക്യൂരിറ്റി എല്ലാം മിലിറ്ററിയുടെ അണ്ടറിലായിരുന്നു. മിലിറ്ററിയാണ് ശരിക്കും. ഞങ്ങൾ ബോർഡർ ഏരിയ അല്ലേ? ബോർഡർ ഏരിയയാണ്. അപ്പോൾ അവിടെ ഒന്നാമത് അവിടെ അങ്ങനെ ഒരു ഡേഞ്ചർ സോണാണല്ലോ. അത് കാരണം കൊണ്ട് തന്നെ മിലിറ്ററിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഗവൺമെൻറ് അണ്ടറിലാണ് അന്ന് ആ 2 വർഷം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ടീമാണോ? ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ ടീം ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ 15 പേരിൽ ഒരാൾ എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയെന്ന്. അല്ല, അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ലോ ശരിക്കും. നമ്മളുടെ പ്രോഗ്രാമിൽ കുറേ പോരായ്മകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ ചേർക്കാനുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അങ്ങനത്തെ അവിടെ പരിപാടി അവതരിപ്പിച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമായിരുന്നു. അത് ഞങ്ങൾ ഒരു കരിങ്കാളി എന്ന് പറഞ്ഞൊരു വേഷം ഉണ്ടായിരുന്നു. കരിങ്കാളി, വട്ടംപൊടി കരിങ്കാളിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ഭയങ്കരമായിട്ട് ചെയ്തായിരിക്കും. വേഷം കൂടി ചെയ്തിട്ടാണോ ചെയ്യണത്? വേഷം അടക്കാണ് ചെയ്തത്. പക്ഷെ കരിങ്കാളി ചെയ്ത സമയത്ത് ഭയങ്കര കയ്യടിയും എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കലും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വേഷം ഞാനെല്ലാം കിട്ടിയ വേറൊരു തരത്തിനായിരുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ മറ്റു ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അത് മറ്റുള്ള അവരുടെ കലകളെക്കാട്ടും നല്ലൊരു ഇതായിട്ട് തോന്നിയതാണ്. പക്ഷെ നമ്മളെ ചെറുപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലേ അച്ഛനമ്മയുടെ ഒരു തണലിൽ നമ്മൾ നിൽക്കുന്ന ഒരു കാലം അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക്. കുറേ അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഒരു അനുഭവം? ശരി, നമ്മൾ പഠിക്കുന്ന കാലത്ത് വൈകുന്നേരം വരുന്നത് നമ്മൾ അച്ഛനമ്മയും സമ്പാദിച്ച പൈസ അവർ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അതൊന്നും നമ്മളന്ന് ആലോചിക്കണില്ല, എങ്ങനെ നമുക്ക് ഭക്ഷണം അന്ന് തരുന്നു എന്നൊന്നും ആലോചിക്കണില്ല. പിന്നെ നമ്മളുടെ ഒരു കാലഘട്ടമായപ്പോഴാണ് നമ്മൾ എന്താ തോന്നുന്നത് അങ്ങനെ. അല്ല, അത് വലിയൊരു സംഭവമാണ്. കാരണം വെച്ചാലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ശരിക്കും. അമ്മ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ
അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഒക്കെ പാടത്ത് പണി എടുക്കലും അതൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഞാനൊരു മകനേ ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കലാപരമായിട്ടുള്ളൊരു എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വരയ്ക്കാനായിട്ട് എനിക്ക് സാധനങ്ങളൊന്നുമില്ല. അത് നമ്മൾ ചോക്ക് അതുകൊണ്ടൊക്കെ വരയ്ക്കും, മുറ്റത്തൊക്കെ വരയ്ക്കും. അതാണ് പിന്നെ ഇതിൻ്റെ സാധ്യതകൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്, ചെയ്തതും. ക്ലേ മോഡലിങ്ങൊക്കെ ചെയ്യും, ചെയ്യാത്ത പരിപാടികളില്ല. ക്രാഫ്റ്റൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം അതൊന്നും നിർത്തിച്ചേക്കുക ഞാൻ. കാരണം അത് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവണേ. നമ്മൾ സാധാരണ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ഇത്രയും ഉള്ളോ എന്നൊരു ചിന്ത വരും. അപ്പോൾ പിന്നെ നമുക്കാണോ അത് ആൾക്കാർക്ക് നമുക്ക് ഒരു സാധനം ചെയ്ത് കൊടുക്കുന്നതായിരിക്കുക. അപ്പോൾ നമ്മൾ അതിനൊരു വില, അതായത് അതിൻ്റെ ഒരു ഇതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള കാരണം ഞാൻ നിർത്തിയത്. ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഈ ക്യാൻവാസിൽ വരയ്ക്കുന്നതാണോ അതോ ഗ്രാഫിക്സ് ചെയ്യുന്നതാണോ കൂടുതലൊരു? ഞാൻ ഗ്രാഫിക്സിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷം ആയിട്ടുണ്ട്. 20 വർഷം DTP തൊട്ട് തുടങ്ങിയതാണ്. പ്രസ്സിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സോഫ്റ്റ്വെയർ പഠിച്ച് ടെക്നോ പാർക്കിലെത്തി ഞാൻ. 2D ആനിമേഷൻ, പ്രയാണ ആനിമേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പോരേണ്ടി വരും. എൻ്റെ പ്രശ്നങ്ങളല്ല, നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് പോകുന്നു. നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ ഡിസൈനിങ് ഇന്ത്യയിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ഡിസൈനറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ടി മുത്തുരാജ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ 2, മെർസൽ, അങ്ങനെ പറഞ്ഞ ഒരുപാട് സിനിമകളുണ്ട്. മലയാളത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയുടെ പേര് അത്ഭുത ദ്വീപുകൾ. എൻ്റെ ആർട്ട് ഡയറക്ഷൻ പുള്ളിയുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ചെന്നൈയിൽ. അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ ഞാൻ പോയി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് താല്പര്യം കൊണ്ട് പോണത്. അവർ തന്നെ നിർത്തും, നമ്മൾ കരഞ്ഞു പറയും. അങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം. കുട്ടികൾക്ക് നല്ല കലാകാരന്മാർ തന്നെ അവർ. മകൻ എൻ്റെ സിനിമയ്ക്ക് BGM ചെയ്യുന്നുണ്ട്. മകനൊരു കലാകാരനാണ്. മകൾ നന്നായിട്ട് എഴുതും. അവൾ നല്ലൊരു കവയത്രിയാണ്. മലയാളത്തിലാണ്. ഇപ്പം മലയാളം പഠിക്കണം അവള്. മകൻ +2. അവൻ നന്നായിട്ട് BGM ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയുടെ BGM അവനെ ചെയ്യണം. അവൻ ഈ മൊബൈലിലാണ് ചെയ്യണത്. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ അനിരുദ്ധ് എന്ന് പറഞ്ഞ സംഗീത സംവിധാനമുണ്ട് തമിഴിലെ, നമ്പർ 1. അദ്ദേഹമൊക്കെ ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇവൻ ഇതിലേക്ക് ഇട്ടിട്ട് ആണ് ചെയ്യണത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തൊരു FL സ്റ്റുഡിയോ അങ്ങനത്തെ ഒരു സാധനമാണ്. അതിലാണ് ചെയ്യണത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ പറയും, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് സിനിമ റിലീസ് ഓണത്തിന് ചെയ്യണമെന്ന് വിചാരിക്കണം. കൊല്ലം കുറേ ഏത് ചോദിച്ചിട്ട് അതിലൊരു ചെറിയൊരു സംഭവം കൂടി എടുക്കാണ്ട്. സ്വപ്നമാണ്. എല്ലാ മനുഷ്യന്മാരുടെ ഏറ്റവും അവസാനം സിനിമ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോവില്ല. സിനിമയാണ് എല്ലാ ആളുകളുടെയും അവസാനമായിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അഭിനയിക്കണം. ഇപ്പോൾ ഉണ്ണീഷ് സാറിന് ഉണ്ടാവും ഒരു സിനിമയിൽ പാട്ട് പാടുന്നില്ലേ, ആഗ്രഹമില്ലേ, ഉണ്ടാവും. ഒരു പിന്നെ അവിടെ ഇല്ല, വേറെ സംഭവമില്ല. മനസ്സിലായില്ലേ? പരമാവധിയാണത് സിനിമ. അതെല്ലാവർക്കും ആഗ്രഹമുള്ളതാണത്. ചില ആളുകൾക്ക് വേറെ സംഭവങ്ങൾ ആധ്യാത്മികതയൊക്കെ ഉണ്ട്. ആധ്യാത്മികതയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മാത്രമേ പറ്റുള്ളൂ. ഈ വരയ്ക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം അഭിനയിക്കാനാണ്? ഇല്ല, അഭിനയിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എനിക്ക്. അഭിനയിക്കാൻ താല്പര്യം ഇല്ല. കാരണം വെച്ചാൽ ഞാനിത് അഭിനയിക്കാനായിട്ട് ഒന്നാമത്തിൽ നമ്മളിതിന് വേണ്ടി കിടന്ന് നടക്കണം. അഭിനയിക്കാൻ വേണ്ടി ഓരോ സെറ്റിലേക്ക് പോയിട്ടൊക്കെ ബുദ്ധിമുട്ടാണത്. ഞാൻ 4 സിനിമയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഷോർട്ട് ഫിലിമുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അഭിനയിക്കാൻ അത്ര മോഹമില്ല എനിക്ക്. സിനിമ ചെയ്യാനാണ് ഡയറക്ഷൻ ചെയ്യാനാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, എഡിറ്റിങ്, കളറിങ് വരെ എല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് പിന്നെ മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാം, ആർട്ട് ഡയറക്ഷൻ വേണമെങ്കിൽ ആർട്ട് ഡയറക്ഷൻ ചെയ്യാം. ഇതെല്ലാം ഒന്നിച്ച് പറ്റില്ലല്ലോ. അത് ചെയ്യാം, പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഓണത്തിന് റിലീസാവുന്നു നമ്മൾ വിചാരിക്കുന്ന എല്ലാവർക്കും. അത് അത്ര വലിയ നല്ലൊരു ആർട്ടിസ്റ്റുകളൊന്നും അഭിനയിച്ചുള്ള സിനിമയല്ല. അല്ല, നമ്മുടെ സ്വപ്നം വരുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും. 4 സിനിമയാണത്. 4 സിനിമകൾ, അതായത് 24 മിനിറ്റുള്ള 4 സിനിമകളാണ്.
അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതിൽ എല്ലാം നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടുകാരെ തന്നെ. സത്യം പറഞ്ഞാൽ ചെയ്യും മരുത്തുമണിയിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതെ, കുറച്ച് ആളുകൾ വളരെ നല്ല കാര്യം. നാട്ടിലുള്ള ജനങ്ങളെ വെച്ച് ഒരു നാട്ടുകാരൻ പിടിക്കുന്ന സിനിമ കാണാനായിട്ടുള്ള യോഗം എല്ലാവർക്കും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതൊരു മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമയാണ്, അല്ലാണ്ട് ഇപ്പോൾ ഒരു കഥ ഒന്നും ഇല്ലേ. ഇപ്പോൾ ഒരു സിനിമയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പോകുന്ന താല്പര്യം ഉണ്ടാവില്ല. പുഴ, മരം പ്ലസ് ജീവൻ. ഇതൊന്നും കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കാരണം പുഴയും മരവും ഇല്ലെങ്കിൽ നമ്മൾ ജീവൻ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഒരു മെസ്സേജ് കൊടുക്കണേ. പുഴയെ നശിപ്പിക്കുക, മരങ്ങൾ വെട്ടുക. നമ്മുടെ സിനിമയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ 10 മരം വെക്കണം. കൊച്ചു കുട്ടിയെ പറയണേ. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. പിന്നെ മയക്കുമരുന്നിനെ കുറിച്ച് സാധനമുണ്ട്. അതൊക്കെയാണ്. പിന്നെ ഈ നമ്മൾ എപ്പോഴും പുച്ഛിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പുച്ഛിക്കും. പക്ഷെ അവർ ചില കാര്യങ്ങൾ നമ്മൾ പറയണത് എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു വിപത്തുണ്ടാവും. അതൊരു സിനിമയിലെ ഒരു പ്രമേയമാണ് അതിൽ. പിന്നെ ഇപ്പോൾ സാധാരണ കാണുന്ന കൊച്ചുകുട്ടികളെ റേപ്പ് ചെയ്യണ സംഭവം അതുമുണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു സിനിമ, അങ്ങനെ 4 സിനിമയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞു. ഇനി കുറച്ച് ഡബ് ചെയ്യാനുണ്ട്. ക്ലൈമാക്സിൻ്റെ ഒരു സാധനം ഈ മഴ കാരണം എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ വേനൽക്കാലത്താണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മഴയത്തെടുത്താൽ ശരിയാവില്ല, കണ്ടിന്യൂറ്റി പോകും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ഒരു നല്ല അനുഭവം. നമ്മുടെ ചെറുപ്പത്തിലെ പഠിക്കണ കാലത്ത് അച്ഛനമ്മ നമുക്ക് സമ്മതിക്കുന്നു, നമ്മൾ പോയി ഭക്ഷണം അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മളപ്പം ആലോചിക്കണില്ല. മനസ്സിലായി? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടമാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമാണ്. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ഈ സംഗീതം പഠിക്കാൻ പോണ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അംഗീകരിക്കില്ല. കാരണം വീട്ടിലപ്പോൾ പിന്നെ ഭയങ്കര ചീത്ത തെറി അങ്ങനെയുള്ളൊരു അവസ്ഥകളാണ്. പക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ മ്യൂസിക് പഠിക്കാൻ പോകുന്നൊരു സമയത്ത് വെച്ചാൽ എനിക്ക് ഫീസ് കൊടുക്കാനില്ലാണ്ട് ഞാൻ മാഷോട് പറഞ്ഞു, മാഷ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത്. അപ്പോൾ നീ പോരെ, കാരണം വെച്ചാൽ ഞാനൊക്കെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതലൊക്കെ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പണിക്ക് പോയ ഒരാളാണ്. അതായത് ഈ തേങ്ങ പൊളിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. ഇപ്പോഴത്തെ കുട്ടികൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ വരുമ്പോൾ ഒരു കാലഘട്ടം ആലോചിക്കാൻ, ഞാനൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ വെച്ച് ഇഷ്ടിക പണിക്ക് പോയിട്ടാണ്. കാരണം വെച്ചാൽ അന്ന് നമ്മൾ SLC കഴിഞ്ഞിട്ട് ഫീസ് കൊടുക്കാനില്ലാണ്ട് അങ്ങനെ കട്ടച്ചീവി, അതായത് കട്ടപ്പാടത്ത് പോയിട്ട് കട്ടച്ചീവി പൈസ ഉണ്ടാക്കി ഫീസ് കൊടുത്തൊരു അനുഭവം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ സംഗീതം പഠിക്കാൻ പോയൊരു അനുഭവം വെച്ചാലേ, അന്ന് ഫീസ് കൊടുക്കാനില്ലാണ്ട് അന്ന് 40 രൂപയായിരുന്നു ശരിക്കും അന്ന് ഫീസ് ഉണ്ടാകുക. അന്ന് പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാനില്ലാണ്ട് ഞാൻ ചില്ലറ കാശ് കൂട്ടി വെച്ചിട്ട് മാഷ്ക്ക് ഫീസ് കൊടുത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. വെറും ചില്ലറ, അന്നൊക്കെ 50 പൈസ 25 പൈസ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ചില്ലറ പൈസ കൂട്ടി വെച്ചിട്ട് മൂത്ത മാഷ്ക്ക് ഞാൻ ഫീസ് കൊടുത്ത്. അപ്പോൾ മാഷ്ക്ക് തന്നെ ഭയങ്കര അതിശയം, എന്തുകൊണ്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ വേറെ കാശില്ലേ മാഷ. പിന്നെ എനിക്കൊരു അനുഗ്രഹം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യ കാലഘട്ടത്തിൽ സംഗീതം പഠിക്കാൻ ആദ്യം ഇവിടെ പോയത് സുകുമാര മാഷായിരുന്നു, കൊടകര. ആളെന്നെ അന്ന് പഠിക്കാൻ പോണ ആ കാലഘട്ടത്തിൽ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നിഷ്ണ നീ ഫീൽഡിൽ രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. അതൊരു അനുഗ്രഹമാണ് ശരി. എൻ്റെ വീട്ടിലെ അവസ്ഥ വേറെ ആണെങ്കിലും പുറത്ത് എനിക്ക് ഭയങ്കര, പുറമെ നമ്മളെവിടെ പോയാലും നമ്മൾ രക്ഷപ്പെട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എന്തായാലും പ്രാക്ടീസ് ഇല്ലാണ്ട് എന്തായാലും രക്ഷപ്പെടില്ല. അപ്പോൾ വീട്ടിലൊക്കെ പ്രാക്ടീസ് തുടങ്ങി വീട്ടുകാരെന്തിനു പറഞ്ഞാൽ തുടങ്ങി അവനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഭാഷയാണ് അത് ഞാൻ ഇപ്പോൾ പറയാതെ പറ്റും. ബുദ്ധിമുട്ടില്ല വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അങ്ങനെ ഒരു ഇതായിരിക്കും. പക്ഷേ ഞാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ശരിക്കും അത് പഠിക്കാൻ. ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ വാതിലടച്ചിട്ടുണ്ട് കുറേ നേരം പ്രാക്ടീസ് ചെയ്യും. അന്ന് അത് പാട്ട് കേൾക്കാനും എന്നൊക്കെ ഭയങ്കര ഹരമായിരുന്നു. ഞാനൊരിക്കൽ എനിക്കൊരു നല്ലൊരു ഓർമ്മ എന്ന് കഴിഞ്ഞാൽ ചന്ദനമണിവാതിൽ എന്നൊരു പാട്ടുണ്ട്. ചന്ദനമണിവാതിൽ പാതിച്ചാരി, ആ പാട്ട്
ജീവിയാണ് പാടിയാണ്. അപ്പോൾ ഞാൻ ആ പാട്ട് ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പാട്ട് കേട്ടിരുന്നിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് രാത്രി 1:30 വരെ ആ ഒരു പാട്ട് മാത്രം കേട്ടാലും പോയി. രാത്രി എപ്പോൾ നമ്മൾ ഊണിട്ട് വൈകുന്നേരം കിടപ്പോൾ പിന്നെ ഉറക്കം വരില്ല, പാട്ട് കേട്ട് ഇങ്ങനെ ഒരു ഹരത്തിലിരുന്നു. അങ്ങനെ രാത്രി 1:30 വരെ ആ ഒരു പാട്ട് മാത്രം റിപ്പീറ്റ് ചെയ്ത് കേട്ടിരുന്നു പാട്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ പല പാട്ടുകളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയ ആ ഒരു ടീച്ചർ, ഒരു പത്മിനി ടീച്ചറുണ്ട് നെല്ലായിലുള്ളത്, അവിടെ അറിയാഞ്ഞല്ലോ. അപ്പോൾ ആ ടീച്ചർക്കും ഇതുപോലെ തന്നെ ടീച്ചറെ അടുത്ത് സംഗീതം പഠിക്കാൻ പോകണം. ടീച്ചർക്ക് നല്ല ഇഷ്ടമാണ് തന്നെ. അപ്പോൾ ഫീസ് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അന്നും ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ അന്നൊക്കെ അരങ്ങേറ്റത്തിനൊക്കെ നിസ്സാര കാശ് വേണ്ടി വന്നുള്ളൂ. ഇന്നൊക്കെ വലിയ കാശ് കാണും. അന്ന് അരങ്ങേറ്റത്തിനൊക്കെ 50 രൂപ അങ്ങനെ ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്രയും കൊല്ലങ്ങൾക്ക് മുന്നേ. അതൊക്കെ ഒപ്പിച്ച് 25 രൂപയാണ് ഞാൻ ശരിക്കും ടീച്ചർക്ക് അന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു ചെറിയ പൈസ ഒന്ന് ടീച്ചർക്ക് അതൊരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ടീച്ചർ പറഞ്ഞ ഉണ്ണീഷൻ നന്നായി പാടട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ ആ ഒരു ടീച്ചറുടെ ആ ഒരു കുരുത്തം എനിക്കുണ്ട്. ഞാനത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് മുതൽ ഈ നിമിഷം വരെ എല്ലാ വർഷവും വിദ്യാരംഭ ദിവസത്തിൽ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് ടീച്ചർക്ക് ഒരു ദക്ഷിണ വെച്ചിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഇപ്പോഴും തുറക്കുള്ളൂ. ഇപ്പോഴും അറിയാം ഇത്രയും കാലങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു ടീച്ചർ ഒരു അനുഗ്രഹം ശരിക്കും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കും. അതെന്നാ പിന്നെ കുറച്ചാളോടൊന്ന് മാറി നിന്ന ഒരു കാലഘട്ടം ഒഴിച്ച ഇപ്പോൾ ഈ എല്ലാ വർഷവും ഞാൻ വിദ്യാരംഭ ദിവസത്തിൽ മിക്കിനി ഈ വിദ്യാരംഭ ദിവസം വെച്ചാൽ എൻ്റെ സ്ഥാപനത്തിൽ കുറേ കുട്ടികൾ പുതുതായിട്ട് ചേരാൻ വരുന്നുണ്ടാവും. പിന്നെ അച്ഛനും കുറേ പേരൊക്കെ കാണാൻ വരുന്നുണ്ടാവും. ഞങ്ങൾ സ്പെഷ്യൽ ഫങ്ഷനൊക്കെ നടക്കുകയാണ് എല്ലാ വിദ്യാരംഭത്തിലുണ്ട്. പക്ഷേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിദ്യാരംഭ ദിവസവും ടീച്ചർക്ക് അറിയാം ഉണ്ണീഷൻ വരുന്ന അറിയാം. ഞാൻ ടീച്ചറോടെ നേരത്തെ വിളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് അടയ്ക്ക വീട്ടിലും ഇതൊക്കെ കൊണ്ടുപോയി ടീച്ചറെ അടുത്ത് ദക്ഷിണ വെച്ച് കാലക്കിലോ വന്നിച്ചിട്ടേ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കാറുള്ളൂ ശരിക്കും ഈ വിദ്യാരംഭ ദിവസത്തിലാണ്. അതൊരു ടീച്ചർ ഒരു അനുഗ്രഹമാണ് ശരിക്കും. അത് ആ ഒരു കീഴ്വഴക്കം ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്തു. ഇത് നമുക്ക് ഗുരുത്വം അതൊന്ന് നമുക്ക് ഇപ്പോൾ കേട്ട ഒരു സംഭവം വെച്ചാലേ 9ാം ക്ലാസ്സിൽ അദ്ദേഹം കട്ടപ്പാടത്ത് പോയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ പറയാം, എനിക്കൊക്കെ ഒരു ബോർഡ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. ഒരു 200 രൂപ. അന്നൊക്കെ 200 വലിയ സംഭവമാണ്. 250 അല്ലെങ്കിൽ 150 എനിക്കങ്ങനെ കിട്ടും. ഇദ്ദേഹത്തിൻ്റെ അയ്യോ അത് വലിയൊരു സംഭവമായി പോയി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ബന്ധുവാണ്. ബാലവേലയിൽ പെടുമല്ലോ. അയ്യോ ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആരോട് വെളിപ്പെടുത്താത്തൊരു രഹസ്യമായിട്ടത്. പിന്നെ നമുക്ക് ഈ കലാകാരന്മാർക്ക് ഉണ്ടായൊരു അപകടം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ കോവിഡ് അങ്ങനെ ഇത് വന്നിട്ടുള്ള ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതുവരയ്ക്കും ഒരു പണി ഉണ്ടായിരുന്നില്ല, വേറൊരു പണിക്ക് പോകാൻ സമയം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോയിരുന്നില്ലേ, പല സാധനം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. അപ്പം അങ്ങനത്തെ വല്ല ശരിക്കും ആ ഒരു കാലഘട്ടം കടന്നു പോകാനായിട്ടുള്ളൊരു അവസ്ഥ, ഈ കൊറോണ കാലഘട്ടം കടന്നു പോകാൻ അങ്ങേറ്റൊരു കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അതായത് കലാരംഗത്ത് ജീവിക്കുന്നവർ, ഇപ്പോൾ കൊടകര തന്നെ കലാരംഗത്ത് ജീവിക്കുന്നവർ വളരെ കുറവാണ് ശരിക്കും. ഈ ഫീൽഡ് മാത്രമേ ജീവിക്കും. വേറെ എന്തെങ്കിലും ജോലി ഉണ്ട്, അതിനിടയ്ക്ക് പാട്ട് പാടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നവർ, ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവരൊക്കെ ഓക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കലാരംഗത്ത് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൊറോണയ്ക്ക് മുന്നേ നമ്മൾ പ്രളയം ഉണ്ടായിരുന്നല്ലോ. പ്രളയ കാലഘട്ടത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാമിൻ്റെ ആ ഒരു പ്രളയം വന്ന് ആ ഒരു ഭീതി അടങ്ങുന്ന ഒരവസ്ഥ. എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ വെച്ചാൽ ഇതിന്ന് റിക്കവർ ചെയ്യാണ്ട് പൈസ ഇല്ല. പ്രോഗ്രാംസൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത പ്രോഗ്രാംസൊക്കെ വിളിച്ച് പറയണം, ചേട്ടാ പ്രോഗ്രാം ക്യാൻസൽട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് പ്രോഗ്രാം ബുക്കിംഗ് ഉണ്ട്, ഒരെണ്ണം ക്യാൻസൽ ചെയ്യാൻ അടുത്തുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പിറ്റേ ദിവസം വിളിച്ച് പറയാം അടുത്ത പ്രോഗ്രാം ക്യാൻസൽ ആയിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ ഓരോന്ന് ക്യാൻസലാവും തോറും നമുക്ക് ശരിക്കും ഭയങ്കര വേവലാതിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ആകെ പ്രതീക്ഷ ഇതാണ്, പ്രോഗ്രാം കൊണ്ടുള്ളൊരു ജീവിതമാർഗ്ഗമുള്ളൂ.
കൊറോണ കാലത്ത് രക്ഷപ്പെട്ട ആൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് അത് നല്ലൊരു സ്ക്രിപ്റ്റാണ്. ബാംഗ്ലൂരിലൊരു രവി എന്ന് പറഞ്ഞ ആളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. സുന്ദര ഘടികാരം. അത് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വർക്കുകൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ജീവിതമാർഗത്തിനൊക്കെയോ വീട്ടു ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോയിരുന്നു? നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഓൺലൈനിൽ കൂടെ വർക്ക് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇപ്പം എനിക്ക് വർക്ക് വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അയച്ചു തരും. അപ്പം ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കും ഓൺലൈനിൽ. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ബുദ്ധിമുട്ട്. അതെ, ഓൺലൈനിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് ഒരുപാട് ഗുണമുണ്ടായ സമയം കൂടിയാണ് കോവിഡ്. അപ്പം എനിക്ക് ഗുണം ചെയ്തു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉണ്ണീഷ്ണൻ ചേട്ടന് ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ് ആ കാലഘട്ടം നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണ്ട് ശരിക്കും പറഞ്ഞ് വിജയിച്ചില്ല എന്ന് പറയാം. അല്ല, ഇപ്പൊ ഈ ഓൺലൈനിൽ എടുക്കുന്നതാണോ, ഓൺലൈനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവും. ഓൺലൈനിൽ ഓഫ്ലൈനിലെ ക്ലാസ് ആണ് ബെറ്റർ. ഒരിക്കലും ഓൺലൈൻ പഠനങ്ങൾ ഒന്നും കൊണ്ടൊരു നല്ലതല്ല എന്നല്ല, പക്ഷെ ഒരു 80% മാഷന്മാരും പറയാ ഓഫ്ലൈനിലെ ക്ലാസ് ആണ്. രൂപം കിട്ടുന്നതിന് മാത്രം. നമ്മളൊരു ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥി എവിടെയെങ്കിലും ആയിരിക്കും, നമ്മളിവിടെ ആയിരിക്കും. അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനാണ് നമുക്ക് ശരിക്കും. പിന്നെ താളായാലും നമ്മൾ ഇവിടെ നേരിട്ട് കേൾക്കുന്നതും നേരിട്ട് ചെയ്തു നോക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ ഒരു വിഷ്വൽ മീഡിയയിൽ വരുമ്പോൾ. ഞാനൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു. കാർട്ടൂൺ ഹിറ്റായിരുന്നു അത്. ഓൺലൈനിൽ കൂടെ നീന്തൽ പഠിപ്പിക്കുക സാധനം. ഓൺലൈനിൽ കൂടെ നീന്തൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇല്ല അത് സാധനം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഹിറ്റ് സാധനമായിരുന്നു. അപ്പോൾ അപ്പോൾ ഓൺലൈൻ അതിപ്പോൾ ഞാൻ പറഞ്ഞ ആളുടെ സാറ് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഓഫ്ലൈനാണ് ഏറ്റവും നല്ലത്. ഓൺലൈനിൽ കൂടെ നീന്തൽ പഠിച്ച ഒരു കാര്യമില്ല. അങ്ങനെ സാധനം ഞാൻ പറഞ്ഞു, ഇടയിൽ പറഞ്ഞു മാത്രം. ഈ കൊറോണ കാലത്ത് ഞങ്ങൾ കലാകാരന്മാർ, ഞാൻ ഇപ്പോൾ ഈ രംഗത്ത് നിൽക്കാൻ വെച്ചാൽ കൊറോണയുടെ ഫസ്റ്റ് ആ ഒരു ടൈമിൽ ഫെബ്രുവരി 12 ശരിക്കും കൊറോണ. അതന്നെ അന്ന് നമുക്ക് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ശരിക്കും ഭയങ്കര ടെൻഷനായി. കാരണം വെച്ചാൽ എന്തിട്ട് ചെയ്യണ്ടേന്ന് നമുക്കൊരു എത്തുമെടുത്തില്ല. നമ്മുടെ കയ്യിലാന്ന് വെച്ചാൽ പൈസകളൊന്നും ഇല്ല. ആകെ കുറച്ച് ഇതുണ്ട്. നമുക്കൊന്ന് അത്യാവശ്യം കലാക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അങ്ങനെ ഒരു വരുമാനമുണ്ട്. സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഏക ആസനം ശരിക്കും പ്രോഗ്രാംസാണ്. പക്ഷേ പ്രോഗ്രാംസൊക്കെ ആകെ അതെ പ്രോഗ്രാംസ് പോയി. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ ക്ലാസ്സിൽ പോയി. പിന്നെ കലാക്ഷേത്രയിൽ പിന്നെ ഈ ഇങ്ങനത്തെ ഇത് പഠിക്കാൻ ആ കാലഘട്ടത്തിൽ ഒട്ടും വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 3 വരുമാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ 3 ബ്ലോക്കായി കൊറോണ കാലഘട്ടം. മനസ്സിലായി. പിന്നെ നമുക്ക് ശരിക്കും ജീവിക്കണമെങ്കിൽ നമുക്ക് അപ്പോഴാണ് ശരിക്കും നമുക്ക് ടെൻഷൻ, ഭയങ്കര പേടി, അത് വേവലാതിയൊന്നും തുടങ്ങിയ ഒയ്യോ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവർക്ക് കാശുള്ളവർക്ക് പിന്നെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ശരിക്കും കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ മറ്റു പണികൾക്ക് ഇറങ്ങിയത്. മറ്റു ഈ ഞങ്ങളുടെ അടുത്തടുത്ത് പണിക്കാരുണ്ട്, ഈ മേസം പണിക്കുന്ന ആളുടെ കൂടെ ഈ മേസം പണിക്ക് പോയി. അതുപോലെ തന്നെ ഈ കല്ല് ചോക്കാൻ വേണ്ടി, പിന്നെ കുഴി കുത്താൻ, വേസ്റ്റ് കുഴി കുത്താൻ അങ്ങനെയൊക്കെ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് KCBയിൽ വർക്ക് ചെയ്യുന്ന ഒരു തോമസ് എന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ശരി ഉണ്ണീഷ്ണൻ ചേട്ടാ വാ ഞാൻ ഒരു വർക്ക് തരാൻ പറഞ്ഞിട്ട് അവിടെ KCBയുടെ ഒരു മറ്റേ പോസ്റ്റൊക്കെ മാറ്റിയിടുന്ന ഒരു പണി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത്ര ഹാർഡായിട്ടുള്ളൊരു പണി അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ പോസ്റ്റൊക്കെ ചോക്കാണ് ജീവിതത്തിന് അത്രയും കഷ്ടപ്പാടായിട്ടേ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ പോസ്റ്റ് ചോന്നൊരു ഇത് ഇപ്പോഴും ഉണ്ട്. ഇത് ഈ ഒരു വരലുണ്ട്. അന്ന് ചോന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വിറ്റി. ബ്ലോക്ക് വിറ്റിട്ട് ഈ വരൽ ഇപ്പോഴും ശരിയായിട്ടില്ല. അന്ന് കൊറോണയുടെ സമ്മാനമാണ്. ഒരു കലാകാരനായിട്ട് ജീവിച്ച എന്നൽക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട്. അതെ, ഗോപിച്ചേട്ടന് ഓൺലൈൻ വർക്കുകളുള്ള കാരണം എനിക്ക് ഒരുവിധം പിടിച്ചു നിന്നു. ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണോ ചെയ്യണത്? ഓൺലൈൻ വർക്കുകൾ എനിക്ക് കുറച്ച് കിട്ടും. ആ സമയത്തൊക്കെ കിട്ടിയിരുന്നു.
ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൗകര്യമുള്ള സാധനം മാത്രം നമുക്ക് എളുപ്പമുള്ളത് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആനിമേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആനിമേഷനാണ് കൂടുതൽ ഇപ്പോൾ ചെയ്യണത്. എങ്ങനെയുള്ള ആനിമേഷൻസ്? ഇപ്പോൾ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യണത് ഞാൻ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പല പല സൂത്രപണികൾ ചെയ്യും. വലിയ സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ വിഷമമായിട്ടാണോ തോന്നണത്? സമ്പാദിക്കണമായിരുന്നു. കാരണം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാനതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഒരു നമ്മുടെ ജീവിതം പോലെയല്ല. നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഉണ്ണീഷിനെ പോലെ അതിന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് എല്ലാവരും സ്റ്റീലിൻ്റെ ചോറ് പാത്രം കൊണ്ടുപോകുമ്പോൾ ഞാൻ അലുമിനിയത്തിൻ്റെ ചോറ് പാത്രം കൊണ്ടുപോകുമ്പോൾ ഇത് കഷ്ടം. നമുക്ക് ബാഗ് കൊണ്ടുപോകും കുട്ടികൾ. അപ്പം നമുക്കതില്ല. അപ്പം അതിൻ്റെ ഒരു റബ്ബർ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ടയറിൻ്റെ ഒരു സാധനം കിട്ടും, അതൊക്കെ വെച്ചിട്ട് അത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, ബാഗൊക്കെ മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കുട്ടികളിപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾ കുറച്ചും കൂടിയും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാമായിരുന്നു തോന്നുന്നുണ്ട്. സമ്പാദിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. സമ്പാദിക്കാമായിരുന്നു, പക്ഷെ ഇപ്പോഴും പറ്റും, ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സമ്പാദിക്കണ ഒരു ആഗ്രഹം ഉണ്ടായില്ല എനിക്ക്. പക്ഷെ ഇപ്പം ആഗ്രഹമുണ്ട്. പക്ഷേ ടൈം കഴിഞ്ഞ് പോയി എന്നൊരു സംശയം. സമ്പാദ്യം അത്ര നമുക്കിപ്പോൾ 1 കോടി രൂപ കിട്ടിയാൽ നമുക്ക് 1 കോടി രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു സംവിധാനം ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഞാൻ സ്വയം വരച്ച് പഠിച്ചാട്ടാ. കാർട്ടൂൺ ഞാൻ പറഞ്ഞില്ല, കാർട്ടൂൺ കാരിക്കേച്ചറൊക്കെ വരച്ച് പഠിച്ചതിൽ നല്ല പേരെടുത്തിട്ടുണ്ട് ഞാൻ. സ്വയം പറയണതല്ല, അനുഭവം കൊണ്ട് പറഞ്ഞതാട്ടാ. അതിപ്പോൾ നമ്മൾ പറയാൻ പാടില്ല ഞാൻ പേരെടുത്തു എന്നുള്ളതേ. ആ ഒരു പേരിൽ എപ്പോഴും അറിയപ്പെടുന്നത്. അല്ല വേറെ ഇപ്പോൾ സിനിമാക്കാരനോ നടനോ എന്നുള്ള രീതിയിലൊന്നും അറിയപ്പെടില്ല. കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അറിയപ്പെടുന്നുള്ളൂ ഇപ്പോൾ. ഇപ്പോഴും കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിലും പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അല്ല അപ്പം എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വരച്ചിട്ട് അതായത് നമ്മൾ വരയ്ക്കുന്ന സാധനം ഇതിൻ്റെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോള് വരില്ലേ, അതുപോലെ മെസ്സേജുകൾ വരും, ഇതിലെഴുതി വയ്ക്കും. പിന്നെ കഷ്ടപ്പാട് നല്ല എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴും കലാകാരന്മാർക്ക് ആർക്കും വലിയ കലാകാരന്മാർക്ക് ഇതിനനുസരിച്ച് ഉണ്ണികൃഷ്ണ സാറിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ സത്യസന്ധമായിട്ടുള്ള വഴി കൂടെ പോണ കാരണമാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാരിപ്പോൾ പാടാനായിട്ട് പിന്നാലെ നടന്ന് സൂപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കറിയാം കുറച്ച് ആൾക്കാരെ. അവർ പാട്ട് പാടാനായിട്ട് ഓരോ സംവിധായകരെ പിന്നാലെ നടക്കുക ചാൻസ് ആയിട്ടോ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യണില്ല. വരുമ്പോൾ വരും എന്നുള്ള രീതിയിലാണ് പുള്ളി ആഗ്രഹമുണ്ട്, കാത്തിരിക്കണത്. അദ്ദേഹത്തിന് ലക്ഷ്യം ഉണ്ടാവും, ഇത് കിട്ടും. കാരണം നല്ല ശബ്ദത്തിനുടമയാണ്. അല്ല അതിലൊരു ഒരു അനുഭവം വെച്ചാൽ എന്നോടൊരാളൊരു പാട്ട് ചെയ്യാൻ പറഞ്ഞു, ഒരു മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം നീ ചെയ്ത് എഴുതി റെക്കോർഡിങ് അതിൻ്റെ എല്ലാ ഇത് നീ ചെയ്തോളമുണ്ട്. അപ്പോൾ ശരി എന്നിട്ട് ഞാൻ ഒരു ക്യാപ്ഷൻ തന്നിട്ടാണ്, ഒരു ക്യാപ്ഷൻ തന്നിട്ട് ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മ്യൂസിക് ചെയ്തു. എന്നിട്ട് ആളെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിണ്ടായി പാട്ട്, അടിപൊളിയാണ്, ഞാൻ ബാക്കി വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ശരിയാണ്. അങ്ങനെ ബാക്കി വരികൾ ഫുള്ള് ചെയ്ത് ആ ഫുള്ള് വരിയുടെയും സംഖ്യയും ചെയ്ത് അതിന് ശേഷവും ആൾക്ക് കാണിച്ചു കൊടുത്തു, ആൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്ക് ഭയങ്കര താല്പര്യം, നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് എന്നോട് തന്നെ പാടിയോളം പറഞ്ഞു. ശരി. അപ്പോൾ ആ പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം വെച്ച്, ഞാൻ തന്നെ പാടി. എന്നോട് വേറെ ഉണ്ണിച്ചേട്ടൻ തന്നെ പാടിയാൽ മതി. ശരി. പിന്നെ എൻ്റെ ഒരു 2-3 സ്റ്റുഡൻറ്റും കൂടെ പാട്ട് പാടി. ആ പാട്ട് നല്ല ഇഷ്ടമായി. അവർ കുറച്ച് പേര് ഇങ്ങനെ കേട്ടിട്ട് അവർക്ക് നല്ല അടിപൊളി. അങ്ങനെ ഈ പാട്ട് ഒരു ഓണത്തിൻ്റെ ഫങ്ഷനിൽ റിലീസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ശരി. ഈ പാട്ട് ഓണത്തിൻ്റെ ഒരു ഫങ്ഷനിൽ റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചാനലുകളിലൊക്കെ ഇത്തിരി ഫേമസ് ആയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ കൊണ്ടാണ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ന സ്ഥലത്ത് അതൊരു റിലീസ് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് അത് ഒരു ഓണ ഫങ്ഷന് അത് റിലീസ് ചെയ്യണം ആ പാട്ട്. അപ്പോൾ ചാനലിൽ ഇത്തിരി ഫേമസ് ആയൊരു കുട്ടീനുകൊണ്ട് ചെയ്യും. സന്തോഷകരമായിരിക്കട്ടെ ആ നിമിഷം. അവർ റെക്കോർഡ് ചെയ്ത് അത് ഈ കുട്ടി ഉദ്ഘാടനം ചെയ്ത് വന്ന ആളും അങ്ങനെ കുറച്ചൊക്കെ പാട്ടിനെ കുറിച്ചൊക്കെ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കുട്ടിയൊക്കെ സ്റ്റേജിലിരിക്കുന്നുണ്ട്, ഞാൻ പുറത്ത് കാണാൻ നിൽക്കുക. എൻ്റെ പേര് പോലും ആ അവസരത്തിൽ അവർ പറഞ്ഞില്ല എന്നുള്ളത്. ഞാൻ ആ പാട്ട് എഴുതിയത്
സംഗീതം ചെയ്ത് ഞാൻ പാടി. ആ പാട്ട് ഒട്ടും ഇഷ്ടമാവാണ്ട് എന്തായാലും ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ വയ്ക്കില്ല. അങ്ങനെ ആ ഫംഗ്ഷൻ വെച്ചിട്ട് എൻ്റെ പേര് പോലും ശരിക്കും അവരാ ഇതിൽ പറഞ്ഞില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഈ പരിപാടി കാണാൻ ചെന്നിട്ട്, അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഉണ്ണീഷ നീ ചെയ്ത പാട്ടല്ല അത്, കാരണം അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ആളുണ്ടായിരുന്നത് കാണാൻ കഴിയുന്നു. അതെ, എന്ത് മനുഷ്യന്മാരഷ്ടായി, നമ്മുടെ പേര് പോലൊന്നും പറഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം ശരിക്കും ഉണ്ട്. മനസ്സിനെ തട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് അത്. ഭയങ്കര അനുഭവമല്ലേ. നമ്മളുടെ ഒരുപാട് സ്ട്രഗിൾ അതിൽ കൊടുത്തിട്ട് സിനിമയിൽ അങ്ങനെ ഉണ്ട്. അല്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു രംഗമാണ്. പക്ഷെ ഞാൻ അതിന് ശേഷം അല്ല അതിക്ക് മുന്നേ പിന്നെ നമ്മളൊരു കൊച്ചിൻ ഷിപ്പ് യാർഡ് കമ്പനിയുടെ ഒരു നമ്മുടെ ആ രാജേട്ടൻ അവർ വന്നിട്ടൊരു പാട്ട് ചെയ്തു ഇതുപോലെ തന്നെ. അതിന് വർക്ക് ചെയ്തു. അന്ന് സുകുമാരേട്ടൻ മ്യൂസിക് ചെയ്തിട്ട് എന്നോട് പാടാൻ പറഞ്ഞു. ഞാൻ പാടി. നല്ല അതിനൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് പൈസ ഒന്നും ഉണ്ടായി. ഇത് റെക്കോർഡ് ചെയ്ത, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പാട്ടല്ലേ, ആ പാട്ട് റെക്കോർഡ് ചെയ്ത റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ അവർ പൈസ കൊടുത്തു. അപ്പോൾ ഈ പാട്ട് എഴുതിയ അല്ലെങ്കിൽ പാട്ട് സംഗീതം ചെയ്ത ആ പാട്ട് പാടിയ ഒരാൾ ഞാനെന്ന് നൽകി അതിൽ നിന്നും ഒരു രൂപ പോലും നമുക്ക് കിട്ടിയില്ല. നമ്മളെ എന്തിനായിരുന്നു ആവശ്യം? നമ്മുടെ കഴിവിന് അവർക്ക് ആവശ്യമാണ്, ബാക്കി ഒന്നിനും നമ്മളെ വേണ്ട എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. ശരിക്കും ഞാനത് അല്ല നമ്മൾ നേരിട്ട് കാണുക, ഞാനത് ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളൊരു, സ്വന്തം നാട്ടിലല്ല എന്നാലും അങ്ങനെ ഒരു ചുറ്റുപാടില്ല. പക്ഷെ ഞാനൊക്കെ പുറത്തൊക്കെ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇഷ്ടംപോലെ പരിപാടികൾക്ക് നമ്മൾ ചെന്നിട്ട് ഭയങ്കര കാശുകുത്തലും അങ്ങനെയുള്ള ഇഷ്ടംപോലെ നല്ല അഭിനന്ദനങ്ങളും കെട്ടിപ്പിടിക്കലും അങ്ങനെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു ഈ പുറത്ത് ഒരു പ്രോഗ്രാമിന് ഉത്തരാഖണ്ഡിൽ പ്രോഗ്രാമിന് പോയിട്ടൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് ആൾക്കാർ, ഞാനൊക്കെ വായിക്കുന്ന സ്റ്റേജിലേക്ക് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കാശ് അവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പം അവിടെ നോട്ട് കെട്ട് ഇങ്ങനെ ഇടുക, പിന്നെ കാശ് ശരിക്കും ഇങ്ങനെ വെടിവെക്കുന്ന പോലെ വയ്ക്കും. അപ്പോൾ ആ നോട്ടുകൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെ. അപ്പോൾ അതൊരു ശരിക്കും നല്ലൊരു അനുഭവമാണ്, നല്ലൊരു സന്തോഷകരമായിട്ട് പ്രോത്സാഹനം. ഈ കലാക്ഷേത്രയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത് കൂടുതൽ ഈ ഏജ് എങ്ങനെ കുട്ടികളാണോ ചെയ്യുന്നത് അതോ ഏജ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ടോ? കൂടുതലും കുട്ടികളാണ്. അപ്പോൾ ഈ ഏജ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാ അവര് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് വരുന്ന ആളുകളുണ്ടോ? ഇപ്പോൾ സംഗീതത്തിൽ ശരിക്കും ഒരു പ്രായ പരിധി ഇല്ല. ഏത് പ്രായക്കാർക്കും സംഗീതം ഉപകരണങ്ങളും ഒക്കെ പഠിക്കാം. ഇപ്പോൾ ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കുട്ടികളെ ഈ രംഗത്തേക്ക് പറഞ്ഞു വിട്ടുള്ളൊരു പ്രവണതയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ആണ് കൂടുതലും പഠിക്കാൻ വരുന്നത്. പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഇപ്പോഴും പഠിക്കുന്നവരുണ്ട്. അതായത് മാഷുമാരുണ്ട്, ടീച്ചർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ കുറേ പേര് അവരവരുടെ ഒരു സമയം ചൂസ് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ടാവും. ശരിക്കും ശനി ഞായറാണ് നമ്മുടെ റെഗുലർ ടൈമെങ്കിലും അതല്ലാത്ത സമയങ്ങൾ ക്ലാസ്സിന് വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫസർമാരും പ്രൊഫസർമാരുണ്ട്. അപ്പോൾ അവർക്ക് അവരിപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അവർ വരുന്ന വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് സമയമുണ്ട്. റിട്ടയർഡായാൽ പിന്നെ വേറെ ഒരു ഇതില്ല. അപ്പോൾ റിട്ടയർഡായ കുറേ പേര് അവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ റിട്ടയർഡ് ആവാത്ത തന്നെ കുറച്ച് ടീച്ചർമാരുണ്ട്, പിന്നെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ വേറെ ബാച്ച് ഉണ്ട്, ഒരു ഈവനിങ് ബാച്ച് ഉണ്ട്. ഈവനിങ് ബാച്ചിൽ വരുന്നവർ കൂടുതലും മറ്റുള്ള പണിക്ക് പോകുന്നവരോ, അത് കുട്ടിക്കാലത്ത് അവർക്ക് പഠിക്കാൻ പറ്റാണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റായിക ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ ഇൻസ്ട്രുമെൻ്റ് അവർ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. പക്ഷെ മ്യൂസിക് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് പോരാ, ഒപ്പം നമുക്കൊരു ഇൻബോൺ ടാലൻറ്റ് ഉണ്ടാവണം. ജന്മസിദ്ധമായിട്ടൊരു വാസനയാണ് സംഗീതത്തിന്. ജന്മസിദ്ധമായിട്ടൊരു വാസനയുള്ള ഒരാൾക്ക് സംഗീതത്തിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വാസനയുള്ള ആളെ നമുക്ക് ശരിക്കും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നേരെ മറിച്ച് ഉപകരണങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അവൻ ഹാർഡ് വർക്ക് ചെയ്താൽ മതി.
ഇപ്പം നമ്മളൊരു അല്ല ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ കാണാൻ പറ്റുമല്ലോ, കുട്ടികൾ തന്നെ പാടിയിട്ട് വീഡിയോസ് ഇടുന്നതൊക്കെ. പിന്നെ റിയാലിറ്റി ഷോകളിലാണെങ്കിലും തന്നെ അവർ തന്നെ പഠിക്കുന്നു, പാടുന്നു, റിയാലിറ്റി ഷോയിൽ വരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നുണ്ടാവും. അപ്പോൾ അതിനെന്താ ഗുരുവിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. അല്ല ഒരു മിനിറ്റ്, റിയാലിറ്റി ഷോയിലായാലും ഞാൻ റിയാലിറ്റി ഷോയിലേക്ക് പോയിട്ടുള്ളതാണ്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്തായാലും ഒരു ഗുരുനാഥൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. അത് ഏത് അപ്പോൾ ഈ വരയ്ക്കുന്നതിലാണെങ്കിലും വരയ്ക്കാനായിട്ട് നമുക്ക് എല്ലാത്തിനും എല്ലാ കലാകാരന്മാർക്കും ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് വേണം. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ സ്വയം ഞാൻ പറയുന്നത്, ഞാൻ കാർട്ടൂണൊക്കെ വരച്ച് പിടിച്ച് സ്വയം എനിക്ക് അത് പഠിപ്പിച്ചാൽ ആരുമില്ല. ഇന്നത്തെ കാലത്തും ഇല്ല. കാർട്ടൂൺ നമ്മൾ സ്വയം വരച്ച് ഒരു ചെറിയൊരു വരയുണ്ട് ഒരാളുടെ മുഖം ഉണ്ടാക്കണം, ഭാവം ഉണ്ടാക്കണം. അപ്പോൾ അത് വരച്ച് പഠിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഞാൻ അതായത് റോൾ മോഡലാക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ. ആർ.കെ. ലക്ഷ്മണൻ്റെ കാർട്ടൂണൊക്കെ ഞാൻ ധാരാളം കണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വരച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിൻ്റെ കുലപതി അതൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിന് വരയ്ക്കാനായിട്ട് പിന്നെ ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചു തരും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറന്മാരുണ്ടാവും, അവർ നമ്മളെ പഠിപ്പിച്ചു തരും, തെറ്റുകൾ പറഞ്ഞു തരും. ഇതുപോലെ തന്നെ സംഗീതത്തെ പോലെ തന്നെ. അപ്പോൾ ഒരു ഗുരുനാഥൻ വേണം. ഗുരുനാഥൻ എന്തായാലും ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റി പോകും. അതിൽ ഞാനൊരു പൂർണ്ണത വരില്ല, ഒരിക്കലും വരില്ല. ഉണ്ടെങ്കിൽ എന്താ അതാരായാലും ഒരു ഗൈഡ് കൊടുക്കാൻ എന്തായാലും ഒരു ഗുരുനാഥൻ വേണ്ടി വരും. ഇപ്പം നമ്മൾ ഓൺലൈന് കുറേ കുട്ടികൾ ഓൺലൈന് പഠിക്കുന്നുണ്ട്, പക്ഷെ അതൊരു പൂർണ്ണതയല്ല. അവിടുന്ന് ഇവിടുന്നുള്ളൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാ. ഓൺലൈൻ അപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ പഠിക്കാൻ വരിക. യൂട്യൂബ് ഗുരുനാഥനാണ്, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ കിട്ടും. അത് നോക്കി പഠിക്കണമെങ്കിൽ യൂട്യൂബ് നമ്മുടെ ഗുരുനാഥനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു സരസ്വതി വിദ്യാർത്ഥിൻ്റെ കൂടെ തന്നെ ഇതാണ് എന്നെ അവിടെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പം ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എത്ര കാലം മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതും ഗുരുനാഥൻ തന്നെയാട്ടോ. യൂട്യൂബ് നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോഴും ഗുരുനാഥനാണ്. ഒരുപാട് കാര്യങ്ങൾ ധാരാളം സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ അപ്ഡേറ്റഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോഴും അപ്ഡേറ്റഡാണ്. എപ്പോഴും ഞാനും പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എപ്പോഴും ഓരോ സോഫ്റ്റ്വെയർ ഇറങ്ങണേ ഞാൻ നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എക്സലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. സാധാരണ എക്സ് ആരും ഉപയോഗിക്കണം കണ്ടിട്ടില്ല ഇപ്പോൾ അടുത്ത്. ഉപയോഗിക്കണ്ട, ഞാൻ ട്വിറ്റർ മാറ്റി, വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ മാറ്റി. എക്സ് അത് രസമാണ് കേട്ടോ. ഇനി അതും കഴിഞ്ഞാൽ അതും പോവും. അപ്പം ഞാനങ്ങനെയുള്ളൊരു സംഭവത്തിലാണ്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തായാലും അപ്ഡേറ്റഡ് ആയിരിക്കണം. 100%. കാരണം കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവരും, അതായത് ഒരു ഗുരു ആണെങ്കിലും ആൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ മൊബൈലിലായി, നമുക്ക് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മൊബൈലുണ്ട്. ഞാനിത് പറയണതല്ല, ഒരു രസകരമായിട്ടുള്ളൊരു ടോക്കാണ് ഞാൻ വിരിക്കുന്നത്. മൊബൈൽ നമ്മുടെ എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാ ഫംഗ്ഷനും നമ്മൾ ഉപയോഗിക്കില്ല. കുട്ടികൾ കൊടുത്തു നോക്കിയാൽ പെട്ടെന്ന് അവർക്ക് അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അല്ല, ഈ എഴുത്തും വായന അറിയാത്ത കുട്ടികൾ പോലും അതിനവർക്ക് ആവശ്യമുള്ള കാർട്ടൂൺ നമ്മളൊരു സാധനം മാത്രം നമ്മൾ ഒന്നിലേക്ക് കോൾ ചെയ്യാൻ അല്ലെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് നോക്കി. അവരതല്ല, എല്ലാ ആപ്പുകളും അവർക്ക് അറിയാം. അതെ, സോഫ്റ്റ്വെയർ അതറിയാം. ഇപ്പൊ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഇപ്പൊ ഫോട്ടോഷോപ്പ് വരെ അറിയാവുന്ന ചെറിയ കുട്ടികളുണ്ട്. നമുക്ക് വരെ അതിലുള്ള ടൂൾസും കുറെ കാര്യങ്ങളും നമുക്ക് അറിയില്ല. പക്ഷെ അവരത് എന്തിനു ഉപയോഗിക്കുന്നു, ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയും. അത് പഠിക്കാൻ അതൊരു പ്രത്യേക ഇപ്പോഴത്തെ അല്ല, അത് നമുക്ക് ഇപ്പൊ സാധാരണ കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് വലിയ വിഷമല്ലേ അല്ലേ? കമ്പ്യൂട്ടർ പഠിക്കാൻ അതുപോലെ തന്നെയാണ് നമുക്കൊരു ആകാംക്ഷ. അപ്പോൾ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വയം അറിയാം അത് ഇന്നതിനുള്ള ആപ്പാണെന്ന് അവർക്കറിയാം. നമ്മൾ എഴുതാനും വായിക്കാനും പോലും അറിയില്ല. നമ്മളിപ്പോൾ മോനോടൊക്കെ എന്തെങ്കിലും ഇത് നമുക്ക് അറിയാത്ത എന്തെങ്കിലും അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഇതാ പറഞ്ഞ അപ്ഡേറ്റഡ് ആയിരിക്കും. ഫോട്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ല നമ്മള് നിസ്സാരം നേരം കൊണ്ട് നമ്മളൊന്നാത്ത കാര്യം നമ്മൾ രണ്ട് സാധനം ഉപയോഗിക്കുള്ളൂ. ഒന്ന് കോൾ ചെയ്യാൻ,
ഒന്ന് മെസ്സേജ് വാട്സപ്പ്. വാട്സപ്പ്. ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആലോചിച്ച് ചെയ്യണത്. കാരണം അതിന് ഏജ് ലിമിറ്റും കൂടി പറയട്ടെ, ഞാൻ വിഷമം തോന്നരുത്. എനിക്ക് എൻ്റെ ഏജ് ലിമിറ്റ് അത് തന്നെയാണ്. 40 വയസ്സ് വരെയുള്ള ആൾക്കാർ മാത്രമാണ് ഈ വാട്സപ്പും അവിടെ തൊട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്ഡേറ്റഡ് അല്ലെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളതും കൂടി നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ പരമാവധി. ഇപ്പൊ മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമും കൂടി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. അതില് അവര് സ്വന്തമായിട്ട് പാടുന്നു, സ്വന്തമായിട്ട് അവരുടെ ആർട്ടുകൾ റീൽസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇപ്പം നമ്മുടെ ടോക്ക് വേറെ ഇതിലേക്ക് പോകുന്നത് വിഷമീകരിക്കരുത്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉള്ളത് കൊണ്ട് എത്രയോ കലാകാരന്മാർ ഫേമസ് ആയെന്നറിയോ? അത് ശരിയാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാം. ഇപ്പോൾ ചാനലുകൾ, എനിക്ക് സ്വന്തമായിട്ട് 2 ചാനലുണ്ട്. എനിക്ക് 2 ചാനലുണ്ട് യൂട്യൂബിൽ. എൻ്റെ മകനുണ്ട് റെയിൻബോ ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനൽ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് കലാകാരന്മാർ, അറിയപ്പെടാത്ത ആളുകൾ നമുക്ക് വന്നു തുടങ്ങി. എത്ര ആൾക്കാരെന്നറിയോ? നമ്മൾ റീൽസൊക്കെ കണ്ടാൽ നമുക്ക് ഈ സിനിമയിലൊക്കെ എന്തുകൊണ്ടാണ് ഈ കോമഡി സിനിമകൾ ഇഷ്ടപ്പെടാത്തത്? അതിനേക്കാൾ അടിപൊളി കോമഡികളാണ് ഇതിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് വലിയൊരു സംഭവം. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനെപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഉള്ളിലുള്ള ആളല്ല, പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയെ പറ്റി പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ് മാർക്കറ്റിംഗ് എന്നൊരു സംഭവം. ഇതൊക്കെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയൊരു സംഭവമാണ്. ഞാനെപ്പോഴും അങ്ങനെയാണ്. എന്നെ എല്ലാവരും പറയും, നീ എനിക്ക് 50 വയസ്സായിട്ട് നീ എന്തിരീ ഇപ്പോഴും ഈ പഠിക്കാൻ പോവുക എന്നൊക്കെ പറയും. പഠിക്കാൻ പോകുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല പഠിക്കണത്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള ആൾക്കാരെ പ്രചോദനം നൽകി ആളിൽ നിന്ന് പഠിക്കണം. ആളിൽ നിന്ന് പഠിക്കാനായിട്ട് അത്രയും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ബോർഡ് എഴുതി കൊടുത്താൽ എനിക്ക് അന്ന് കാശ് കിട്ടും. 100 രൂപ മതി, വലിയ സംഖ്യ. അത് ഇദ്ദേഹം കട്ട ചെയ്യാൻ പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് കാലത്ത് വിഷമത്തിന് അതൊക്കെ കലാകാരന്മാർക്ക് ഇത് പ്രചോദനം ഉണ്ടാവും. പിന്നെ കാരണം അദ്ദേഹം ഒരു സാധാരണ ഒരു പാട്ടുകാരനാണ്, ഒരു സംഗീത അധ്യാപകനാണ്. അദ്ദേഹം സിമെൻറ്റും മണലും കൂട്ടി കൊടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് എടുക്കുക, പിന്നെ കല്ല് ചുമക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാഹചര്യം അല്ല, അത് കടന്നു പോകാനായിട്ടുള്ള ഒരു പ്രയത്നം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു എനിക്ക് വല്ലാത്ത ഷോക്കായി പോയി. ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ മ്യൂസിക് പഠിക്കാനായിട്ടേ SLC കഴിഞ്ഞിട്ട് ഞാൻ പ്രീഡിയിൽ സെൻറ്റൻസ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മ്യൂസിക്കിൻ്റെ ഇതിനായിട്ട് ഗാനഭൂഷണം കോഴ്സിൻ്റെ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ അങ്ങ് കൊടുത്തു. ഞാനും നമ്മുടെ അടുത്ത് ഷാജിയും കൂടെ. അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കും കിട്ടി, ഷാജിക്കും കിട്ടി. ഞങ്ങൾക്ക് 2 ആൾക്കും ഒരുമിച്ച് കിട്ടി. 2 ആൾക്കും ഇൻ്റർവ്യൂവിൽ പാസ്സായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ചേർന്ന് പഠിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബോധം ചെയ്തിട്ടല്ല പോയത്. കിട്ടും അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറാം എന്നുള്ളൊരിതില്ല. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കണം, അതിൻ്റെ ചിലവ്, മറ്റുള്ള പഠനം, അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് പറ്റിയില്ല. നമുക്ക് ഷാജി പിന്നെ അവിടെ ചേർന്ന് പഠിച്ച് സാമ്പത്തിക ഭദ്രതയുള്ള കാരണം അങ്ങനെ പഠിച്ചു. പക്ഷേ ഞാൻ പിറ്റത്തെ കൊല്ലം എനിക്ക് ഇത് ചേർന്നുള്ളൊരു ആഗ്രഹത്തിൽ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ പ്രീഡിയൽ മ്യൂസിക്കിന് കൊടുത്തു. അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിന് വിളിച്ച് പാടിച്ച് അന്ന് ആകെ 20 സീറ്റാണ് ശരിക്കുള്ളത്. 20 സീറ്റ് ഉള്ളതിൽ എനിക്ക് 2ാമത്തെ റാങ്ക് കിട്ടി. ഞാൻ അന്ന് ഓമനക്കുട്ടി ടീച്ചറായിരുന്നു അവിടെ ഇൻ്റർവ്യൂവിനുണ്ട്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഉണ്ണിഷ നീ എന്തായാലും കയറി പഠിച്ചോളട്ടാ, ഇതാണ് എന്തായാലും പഠിച്ചോളാം, നന്നായി പാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രോത്സാഹനമായി. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലിൽ കിട്ടുമെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സാഹചര്യങ്ങൾ മാറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒരു അനുഭവത്തിലേക്ക് കേട്ടാ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, പിറ്റേ കൊല്ലം ഞാൻ ഹോസ്റ്റലിലൊക്കെ റെഡിയാക്കിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. ഇതെല്ലാം ഗവൺമെൻറ് കോളേജിൽ മ്യൂസിക്കിന് കൊടുത്തിട്ട് താമസിക്കാനുള്ള സ്ഥലം വേറെ അറേഞ്ച് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് എന്നെ വണ്ടി ഇടിച്ചു. അന്ന് കേക്കമേനൻ്റെ വണ്ടി വാണിയമ്പാറ ഇടിച്ചിട്ട് അത് നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്നിട്ട് അവിടെ വണ്ടി ഇടിച്ച ആൾക്കാരൊക്കെ ഓടി അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വന്നു. മെഡിക്കൽ കോളേജിൽ അന്ന് ഇവിടെയായിരുന്നു.
ടൗണില് ജില്ലാ ആശുപത്രി. ആ അതെ, ഇപ്പോഴത്തെ ജില്ലാ ആശുപത്രി. എന്നിട്ട് അപ്പോൾ ചെക്ക് ചെയ്ത് ആ സമയത്തേക്ക് ഒരു അസ്വസ്ഥത പോലെ തോന്നിയിട്ടാ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒന്ന് നോർമലായപ്പോൾ ഞാൻ പിന്നെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. ഞാൻ ഇൻ്റർവ്യൂവിന് വന്ന ആളാണ്, ഇതാണ് എൻ്റെ പേര്, നമ്പർ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മളെ അതൊരു ഭയങ്കര അനുഭവമായി. പക്ഷേ അത് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പഠിച്ചത്. മ്യൂസിക്കിനായിട്ട് കുറേ പല ദിവരെടുത്തും പോയിട്ട്, പിന്നെ കലാഭാരതിയിൽ വെച്ച് ഡിപ്ലോമ എടുത്തു. പിന്നെ അതേപോലെ ഞാൻ മ്യൂസിക്കിൻ്റെ ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ 8th grade എക്സാം എഴുതി പാസ്സായിട്ടു. അത് മ്യൂസിക് അത് പഠിച്ചെടുക്കണമെങ്കിൽ പിടിക്കണം എന്നുള്ളൊരു ഇതിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ പിന്നാലെ പാട്ടിൻ്റെ. പിന്നെ ഡ്രംസിൻ്റെ ഈ ട്രിനിറ്റിയുടെ ഡ്രംസിൻ്റെ എടുത്തുണ്ട്. അന്ന് വണ്ടി ഇടിച്ചത് നന്നായി. കാരണം അറിയോ, ഇപ്പം എത്രയോ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണേ, കുട്ടികളെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാറായില്ലേ. അതാണ് പിന്നെ പാട്ടുകാരനായിട്ട് പോയേനെ. അത് അല്ല, അങ്ങനെ നമുക്കത് ഇതാണ് നമ്മുടെ റേഞ്ച് വേറൊരു ലെവലായേനെ, അങ്ങനെ ഒരു കാരണം. പക്ഷെ ഇപ്പൊ കലാക്ഷേത്രം ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച ഒരു അനുഭവം കാരണം ഞാൻ കലാക്ഷേത്രം ഇപ്പോൾ 18ാമത്തെ കൊല്ലാണ്. അതാണ് 18 കൊല്ലവും നമ്മളവിടെ ആ ഫീൽഡിൽ തന്നെ ഉണ്ട്, ഒരു വഴിക്കും വരില്ല. എപ്പോഴും നമ്മളവിടെ ഇരുന്നാൽ മതി, കുട്ടികളുണ്ട് വന്നോളും. അങ്ങനെ ഓരോ വർഷവും പുതിയതായിട്ടുള്ള കുട്ടികളെ പാട്ട് പഠിക്കാൻ, ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ, അങ്ങനെയൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത്രയും കുട്ടികളെ നമ്മൾക്ക് ഉള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയുള്ളൊരു ഫ്യൂച്ചറിൽ ഇനി വേറെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ കലാക്ഷേത്രവുമായി ബന്ധപ്പെട്ട്? ഇനി അതിലെന്തെങ്കിലും നല്ല രീതിയിലാവണം നല്ലൊരു. അതെ, ഗോപിച്ചേട്ടൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ഫ്യൂച്ചർ നമ്മൾ നോക്കി കാണുന്ന ആളാണ്. അതെ, അതായത് വയസ്സിൻ്റെ രീതിയിലല്ല പറയണേ. നമുക്ക് നാളെ എന്ത് നമുക്ക് പറ്റും, അതാണ് നോക്കണത്. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ല ഞാനിങ്ങനൊരു സംഭവമൊക്കെ ഉള്ള ആളാണെന്ന് അറിയില്ലേ, പറയാറില്ല. ഒന്നാമത്തെ കാര്യം. ഞാൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് ഞാൻ പറയണത്. എക്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ പറയണത്, പഠിക്കാനുള്ള ആഗ്രഹം കൂടി പറയണത്. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമുക്ക് സിനിമ 2 ഇറങ്ങണം. അതാണിപ്പോൾ അതിനൊരു തയ്യാറെടുപ്പിലാണ്. അടുത്ത സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ചെയ്യണം. വരയിലെന്തെങ്കിലും വരയ്ക്കാന്ന് പറഞ്ഞാൽ വരച്ച് ഒരു പരിവായിട്ടുള്ള ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, വലിയ വരക്കാരനായിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. വരയ്ക്കാന്ന് പറഞ്ഞാൽ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ രചന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഓരോരുത്തരെ വിടും. അപ്പോൾ എന്നെയാണ് വിടുക. വേറൊരു പയ്യനുണ്ട്, അവന് ഫസ്റ്റ് കിട്ടും, എനിക്ക് സെക്കൻഡ് കിട്ടും. ഞങ്ങൾ 2 പേരെ വിടുക അവിടെ നിന്നൊക്കെ. പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ് എല്ലാം നമ്മളിപ്പോൾ ഡിജിറ്റൽ പെയിൻറ്റിങ് വരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരയിൽ ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വരച്ച് പഠിച്ചിട്ടുണ്ട്. കാർട്ടൂൺ വരച്ച് പഠിച്ചു, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അങ്ങനെ ഇപ്പോൾ പുതിയതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ AI ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതാണിപ്പോൾ പ്ലാൻ. AI ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ ജ്യോതിഷ് ബാബുവേട്ടനെ നമ്മൾ വരയ്ക്കാൻ പറ്റും. വരയ്ക്കല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, സംസാരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും രാമലല്ലയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? രാമലല്ല ചിരിക്കണുണ്ടാ? രാമലല്ല ചിരിക്കണത് 3D ഒന്നുമല്ല, AI കൊണ്ട് ചിരിപ്പിക്കണതാ. പിന്നെ നമ്മുടെ ഫോട്ടോ നമ്മളിപ്പോൾ സാധാരണ സ്റ്റുഡിയോയിൽ എടുക്കുന്ന ഫോട്ടോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും, AI ടൂൾസ് കൊണ്ട് പറ്റും. അതൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിക്കണതും. നല്ലതാണ് വളരെ. എനിക്ക് ഏറ്റവും ഇഷ്ടം വരയ്ക്കാനായിട്ട് അച്യുതാനന്ദനെയാണ്, കാർട്ടൂണിൽ ഒരുപാട് വരയ്ക്കും. ഭയങ്കര സിമ്പിളാണ്, പുള്ളീനെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കരുണാകരൻ മടുത്തിട്ടില്ല. അതിപ്പോ എന്താ പെൻസിൽ കൊണ്ടാണെങ്കിലും ഇപ്പൊ മൗസ് കൊണ്ടാണെങ്കിലും നമുക്ക് സുഖമായിട്ട് വരയ്ക്കും. അത്രയും പെർഫെക്ഷൻ വന്നു കഴിഞ്ഞു. അങ്ങനെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമില്ല ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അത്രേ ഉള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കുന്നതാണ് ഇപ്പോഴും. അതൊരു മറ്റുള്ളവരുടെ നല്ലൊരു ചിന്തയാണ് കേട്ടോ. ഈ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വളരെ. പിന്നെ നമ്മളൊന്നും സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, വരയിൽ ഞാൻ ആരുമല്ല. എന്നെക്കാൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കാത്ത ആൾക്കാരുണ്ട്. കാർട്ടൂണിൽ ഞാൻ ആളല്ല. പക്ഷേ ആ മേഖലയിലേക്ക് പോയിപ്പോൾ കുഴപ്പമില്ല. ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, തിരക്കുകളിൽ ചിലപ്പോൾ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡയലോഗുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും ഞാൻ ആരുമല്ല.
വരയിൽ ഞാനല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം, എൻ്റെ ഒരു ഇപ്പോൾ ബാബുവേട്ടൻ്റെ സിസ്റ്ററുണ്ട് ഷീബ എന്ന് പറയുന്നത്. ഷീബ എന്ന് വരയ്ക്കണ പോലെ എനിക്ക് ജമ്മത്ത് വരയ്ക്കാൻ പറ്റില്ല. ഷീബ എൻ്റെ സീനിയറായിരുന്നു അവർ പഠിക്കുമ്പോൾ. അവർ വരയ്ക്കണ പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഡിജിറ്റൽ ചെയ്യണ പോലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അഹങ്കാരമല്ല, അഭിമാനത്തോട് പറയണതാണ്. ഷീബ ഓയിൽ പെയിൻ്റൊക്കെ ചെയ്യണ കണ്ട് നമ്മളെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല പോലെ. അതുപോലെ ഒരു അവരുടെ കൂടെ അവരുടെ സീനിയറായിട്ടുള്ള ചേച്ചിയുണ്ട്, ഉഷ ചേച്ചിയൊക്കെ. പോർട്രേറ്റൊക്കെ ചെയ്യണത് നമ്മുടെ ബോധവും സൂപ്പറായിട്ട് വരയ്ക്കും. നമുക്ക് പുതിയ തലമുറ ഇങ്ങനെ പലപ്പോഴും നിരാശരായിട്ടും ഇങ്ങനെ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിരാശ അനുഭവപ്പെടരുത് കുട്ടികൾക്ക്. അത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു, പല സ്ഥലങ്ങളിലും കാണുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ ജീവിതം ശരിക്കേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടാനായിട്ടുള്ള നമ്മൾ പറയാനായിട്ടുള്ള നമുക്ക് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമുള്ളൂ. നമുക്ക് 2 കണ്ണുണ്ട്. അതില്ലാതെ നമ്മൾ ചെവി കൊണ്ടാണ് ഒരാളെ വിലയിരുത്തുന്നത്. ചെവി കൊണ്ടാണ് നമ്മളൊരാളെ വിലയിരുത്തുന്നത്, കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല. മനസ്സിലായില്ല? മറ്റൊരാൾ പറഞ്ഞു മോശമാണല്ലോ, അപ്പോൾ നമ്മളത് വിലയിരുത്തി. നമ്മുടെ മുന്നിൽ കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ബാബുവേട്ടനെ കുറിച്ച് ഉണ്ണീഷ് സാറ് എന്നോട് പറയാണ് ഓട്ടം വളരെ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഞാനത് വിലയിരുത്തി ബാബുവേട്ടനെ. പക്ഷെ ബാബുവേട്ടൻ എൻ്റെ മുന്നിലുണ്ട്, ഒരു പ്രശ്നമില്ല ബാബുവേട്ടന്. ഇതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭവം. നമ്മളെ കാണുക, ലോകത്തെ കാണുക. ലോകത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ലോകം. അവിടെ നമ്മളിപ്പോൾ പറയുന്നുണ്ട് അന്യഗ്രഹ ജീവികളുണ്ടെന്ന് പറഞ്ഞിട്ട്, നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. അവരുണ്ടായിക്കോട്ടെ, അതിനെന്ത് കുഴപ്പം? നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ തെറ്റായിട്ടുള്ള ധാരണ പറയുന്നുണ്ട്. നമ്മൾ കാണണം, അങ്ങനൊരു പ്രശ്നമില്ല. പിന്നെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്ന് വെച്ചാൽ ലഹരി നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറി പോവുക. ലഹരി വന്നു അതോടുകൂടി കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഒരു തമാശയ്ക്ക് തുടങ്ങും, പിന്നെ അത് ജീവിതം പോകും. അതാണ് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിലയിരുത്തുക, ഉപഭോക്തൃ സംസ്കാരമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് വേണ്ടെന്ന് വയ്ക്കണം. ആധ്യാത്മികത വേണം. അപ്പോൾ നമ്മൾ 3 സംഭവങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വായിച്ചാൽ മതി. ഒന്ന് ഭഗവത്ഗീത വായിക്കുക, രാമായണം വായിക്കുക, മഹാഭാരതം വായിക്കുക. ഫുള്ള് വായിച്ചിട്ട് കുറച്ചൊക്കെ എടുക്കുക. നമ്മളത് അച്ഛനമ്മമാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ പോയി കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഞാനീ പറയുമ്പോൾ പഴഞ്ചനാണെന്ന് പറയും, ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇത് കൂടി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന സംഭവമാണ്. ഇത് കൂടി നമ്മളാണ് അപ്ഡേറ്റ് ആവുള്ളൂ. ഇത് വേണം, ഇതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അത് നമ്മൾ അച്ഛനമ്മമാരാണ് ചെയ്യേണ്ടത്. അച്ഛനമ്മമാർ സീരിയൽ കാണുന്നുണ്ട്, രാമായണ സീരിയൽ കാണുന്നുണ്ട്, കാര്യമില്ല. ഇത് വായിച്ചിട്ട് നമുക്ക് മാതൃകയാക്കണം. നമ്മളോട് ഇത്ര നേരം അവരുടെ വിശേഷങ്ങളും കഥകളും ഒരുപാട് രസകരമായ വിശേഷങ്ങളാണ് നമ്മളുടെ കൂടെ നിന്ന് ഗോപിച്ചേട്ടനും ഉണ്ണികൃഷ്ണൻ ചേട്ടനും കൂടി പങ്കുവെച്ചത്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളെ അവർ ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അവർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം. ആയിക്കോട്ടെ, വളരെ സന്തോഷം. കുളത്തൂ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലാണ്ടവനെ ആര്യൻ കാവിലയ്യനെ അനാഥ ബാലകനെ സ്വാമി കുളത്തൂ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലാണ്ടവനെ ആര്യൻ കാവിലയ്യനെ അനാഥ ബാലകനെ സ്വാമി കുളത്തൂ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലിൽ ആണ്ടവനെ. ഗംഭീരമായിട്ടുണ്ട്.